ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ബിഗ് ബോസിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. 2 ദിവസമായി ബിഗ് ബോസുമായിട്ട് ഞാൻ ചെറിയൊരു ദേഷ്യത്തിലായിരുന്നു. ബിക്കോസ് അതിനകത്ത് നടന്ന ഒരു ഫൗൾ പ്ലേ എനിക്ക് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തു. അതൊരു ഫൗൾ പ്ലേ തന്നെയാണ് അല്ലേ? എല്ലാവർക്കും മനസ്സിലായി, നമുക്ക് മനസ്സിലായി, നാട്ടുകാർക്ക് മൊത്തം മനസ്സിലായി. പക്ഷെ മനസ്സിലാകാത്ത 2 വ്യക്തികൾ അതിനകത്തുണ്ട്. അതാണ് ജാസ്മിനും ഗബ്രിയും. ഇനി മുതൽ ജബ്രിയല്ല ഗബ്രിയാണ്. കാരണം പുള്ളിക്കാരൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു അവിടെ നടക്കുന്ന ഒരു സ്ട്രാറ്റജിയാണെന്ന്. എത്ര തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താലും 2 പേർക്ക് മനസ്സിലാകാത്ത ഒരു കാര്യമുണ്ട്. നാട്ടുകാരെടുത്തൊടുത്താലും ഞങ്ങൾ ഇങ്ങനെ തന്നെ ഉണ്ടാവുകയെന്ന് കൃത്യമായ നിലപാടാണ്. അതായിരിക്കണമടാ നിലപാട്, അതാവണമടാ നിലപാട്, അങ്ങനെ തന്നെ ആയിരിക്കണമടാ നിലപാട് എന്നുള്ളത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. സൂപ്പറായിരുന്നു, സൂപ്പർ പ്ലേ, നൈസ് പ്ലേ. ക്ലാപ്പ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഇന്നലത്തെ തരികിടതവും കണ്ടായിരുന്നു. എല്ലാവരും പറയുന്നത് പോലെ സിജോ പറഞ്ഞതിൽ എനിക്ക് ചെറിയൊരു സംശയമില്ലാതില്ല. ഇവിടെ ഒരു വിഡ്ഢിയെ പോലെയോ മണ്ടനെ പോലെയോ ഒക്കെ അഭിനയിച്ചിട്ട് നിൽക്കുകയാണോ ചിൻഡോ എന്നൊരു തോന്നൽ ഇല്ലാതില്ല. അതായത് എവിടെയോ ഒരു ക്ലിപ്തങ്ങൾ. പുള്ളിക്കാരൻ മണ്ടനാണോ അതോ ശരിക്കും മണ്ടനായിട്ട് അഭിനയിക്കുന്നതാണോ സംശയിക്കേണ്ടിയിരിക്കുന്നു. ജാമിത ടീച്ചറിനെ ബിഗ് ബോസിൽ എടുത്താ അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ജിൻഡോയുടെ ഒരു കള്ളത്തരം അതിനകത്ത് ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നുണ്ട്. പിന്നെ മറ്റേ പുള്ളിക്ക് എന്തോ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് എല്ലാവരും പറയുന്നു, അതുകൊണ്ട് ഞങ്ങളും പറയണു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജാസ്മിൻ ചാടി വീണ് അങ്ങോട്ട് ചെന്ന് ഒരു കാർഡൊക്കെ കൊടുക്കാൻ നോക്കിയപ്പോഴത്തേക്ക് ബിഗ് ബോസ് ഇടപെട്ടിട്ടുണ്ട്. മോഹൻലാൽ ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ ചില ഇടപെടലുകളിൽ കൂടെ നമുക്ക് അവരുടെ നീരസം അവിടെ രേഖപ്പെടുത്തുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ പ്രയോജനമില്ല. എന്താണെന്നറിയാമോ? ഈ പറയുന്ന മോഹൻലാലിനും പ്രത്യേകിച്ച് ഇതിനകത്ത് വലിയ റോളൊന്നുമില്ല. പുള്ളിക്കാരനോട് ബിഗ് ബോസ് എന്ത് പറയണോ അത് കേൾക്കാനേ പറ്റുള്ളൂ. കാരണം അയാളുടെ പേയ്മെൻറ്റ് കൊടുക്കുന്നതും ബിഗ് ബോസ് ആണ്. ഞാടുന്നപ്പായിട്ട് ഹലോ, ഹാപ്പി ഹോളിയായോ? നല്ല കാര്യം. ഞങ്ങളിങ്ങനെ സൗത്ത് ഇന്ത്യൻസിലൊന്നും വലിയ ഹോളിയൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് ഹോളി എന്ന് പറഞ്ഞിട്ടൊന്നും വരില്ലേ. ഇവിടെ ഹോളിയും ചീളിയൊന്നുമില്ല. ഇവിടെ നമ്മൾ വിഷുവും ബാക്കിയുള്ള കാര്യങ്ങളാണ്. ജനൽ ക്ലോസ് ചെയ്യേണ്ടി വരുമെന്ന്. ബിക്കോസ് ഇറ്റ്സ് വെരി ഹെവി നോയ്സ് വരുന്നുണ്ടോ? ഡിസ്റ്റർബൻസ് ഉണ്ടോ? പിന്നെ ഈ എവിക്ഷനും പിന്നെ ഒരു പ്ലേ ഉണ്ടായിരുന്നല്ലോ, അതിനകത്ത് അപ്സര പറഞ്ഞ ഒരു കാര്യം ഓർമ്മയുണ്ടോ? അൻസിബയോ അപ്സരോ ഒരാൾ ഒരു പെൺകുട്ടി പറഞ്ഞ ഓർമ്മയുണ്ട്. എനിക്കും അങ്ങനെ സെയിം പ്രോബ്ലം ഉണ്ട് കേട്ടോ. ഈ മറ്റേ നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് അത് കാണാൻ ഞാൻ പോയിട്ടില്ല. അതിൻ്റെ റീസൺ ഇതാണ്. അങ്ങനെ ഒരു ഹോളി വീഴുന്നതും പിന്നെ അതിനോടനുബന്ധിച്ചുള്ള ഇതും ഒക്കെ സാധാരണയൊക്കെ ഒരു ചെറിയ ഇതിനകത്തൊരു ഇടുങ്ങിയൊരു ഇത് കിട്ടിയാൽ തന്നെ ബോധം പോകും. കാരണം അത് നമ്മളുടെ മൈൻഡ് കപ്പാസിറ്റി ഇല്ലാത്തവർ അവിടെ നിലനിൽക്കത്തില്ല, ചത്തുപോകാനാണ് ഇത്. റമീസ് ഫസീല, ഹായ്. ഐ ആം ഫ്രം ആസാം ആൻഡ് യു? ഐ ആം ഫ്രം അമേരിക്ക. ഞാൻ ലണ്ടനിൽ നിന്നാണ് ഇപ്പോൾ വന്നിറങ്ങിയതേ ഉള്ളൂ. ഇനിയിപ്പം ഞാൻ നേരെ അങ്ങ് ഉസ്ബെക്കിസ്ഥാനിലോട്ട് പോകും. അത് കഴിഞ്ഞ് പാലസ്തീൻ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്ത്യയിലേക്ക് വരും. അയാൾ പോയി കിടന്നുറങ്ങാൻ നോക്കിപ്പോൾ. ഇന്നലെ കണ്ട എപ്പിസോഡിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗബ്രി പറഞ്ഞ ഒരു ഡയലോഗാണ്. എന്നെ ഇവിടെ എല്ലാവരും വെറുത്താലും എനിക്ക് ഒരാളുടെ സപ്പോർട്ട് മാത്രം മതി. ഒറ്റ ആൾ, ആ ഒരാൾ എൻ്റെ പ്രാണപ്രേയസി, എൻ്റെ ഉത്തമ മിത്രം, എൻ്റെ ആത്മാർത്ഥ സുഹൃത്ത്, കടി സുഹൃത്ത് നമ്മളുടെ ജാസ്മിൻ മതി എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. 8 നില പൊട്ടിയത് ബിഗ് ബോസ് ഇവരെ ഒന്ന് വെളുപ്പിക്കാൻ വേണ്ടിയാണ്. ജിൻഡോയുടെ കേസിൽ എൻ്റെ ഒപ്പീനിയൻ സെയിം തന്നെയാണ്. ബിസിനസ്സൊക്കെ ഇത്രയും നന്നായി ചെയ്യുന്ന ജിൻഡോ ഒന്നും അറിയത്തില്ല എന്ന ആക്ടിങ് ഡ്രാമയാണെന്ന് തന്നെയാണ് എൻ്റെയും ഒപ്പീനിയൻ. ആക്ടിങ് ആണെന്നാണ് എനിക്കും ഒരു തോന്നൽ കേട്ടോ. എനിക്കത് തീരെ അങ്ങോട്ട് മനസ്സിലാകുന്നില്ല കേട്ടോ. ഹായ് അമ്മായിക്ക്, നസീമ യൂസുഫ്. അമ്മായിക്ക് ലവ് എൻ്റെ ആങ്ങളെ നാട് നിങ്ങൾ നടന്ന് കണ്ടോളുമാരെയൊക്കെ ഒപ്പിച്ച് വയ്ക്കണം. ആ വകയിലാണ് മോളെ നിനക്ക് ഞാൻ അമ്മായി ആയത്. അടി അതവിടെ ഇരിക്കട്ടെ. ഈ അച്ഛൻ്റെ അസുഖ വിവരം അച്ഛൻ ഫോൺ വിളിച്ച് പറയും. നമുക്കതിലേക്കൊന്ന് പോയിട്ട് വരാം കേട്ടോ. അച്ഛൻ്റെ അസുഖ വിവരം ഫോൺ വിളിച്ച് പറയണു. അച്ഛൻ അതിതീവ്രമായ ഗുരുതരാവസ്ഥയിൽ ICUവിലാണ്. അപ്പം അത് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അയ്യോ എന്തോ ഇവിടെ അടിയാണോ? ഒരു നിവൃത്തിയില്ലല്ലോ ഹർഷിത, എന്തുവാ ഇത്? അപ്പോൾ അച്ഛൻ്റെ അസുഖ വിവരം അതിതീവ്രമായ ICUവിൽ കിടക്കുന്ന അച്ഛൻ വിളിച്ച് പറയുകയാണ്, മാളെ എൻ്റെ ബ്ലോക്ക് മാളെ, ഞാനിപ്പോൾ തീരും മാളെ, അവസാനമായി എനിക്ക് എൻ്റെ പൊന്നുമകളോടൊന്ന് സംസാരിക്കണം എന്ന് അച്ഛൻ പറയുന്നു. അനുസരിച്ച് കൊടുക്കുന്നു. വ്യക്തിബന്ധങ്ങൾക്കാണ് മൂല്യം, അല്ലാതെ മനുഷ്യൻ്റെ ഫീലിങ്സിനാണ് മൂല്യം, അല്ലാണ്ട് ബിഗ് ബോസ് ഷോയ്ക്കല്ല മൂല്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളുടെ എന്താ പറയണേ, നമ്മളുടെ ബിഗ് ബോസും
ആ ഒരു ഓഡിയോ നമ്മളെ കേൾപ്പിക്കാൻ തയ്യാറാകുന്നില്ല. അപ്പം നമുക്കെന്ത് മനസ്സിലായി? അവിടെ നടന്നൊരു സീരിയസ് സംഭാഷണമാണ് അവിടെ നടന്നിരിക്കുന്നത്. ആ സീരിയസ് സംഭാഷണത്തിന്റെ ഒടുവിൽ നമ്മൾ അത് കേൾക്കാൻ അർഹതപ്പെടുന്നില്ല. ഈ ഒരു പ്രോഗ്രാം ഫേക്കാണെന്ന് നമുക്ക് തെറ്റിദ്ധാരണ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബിഗ് ബോസിലേക്ക് ആദ്യം വന്ന ഉടനെ തന്നെ, ബിഗ് ബോസേ നിങ്ങൾ എന്താണ് ഈ കാണിച്ചത്, വാട്ട് കോക്കനട്ട് യു ആർ ഡൂയിങ്, നാട്ടുകാരൊക്കെ 4-3 പറയുന്നത് എന്നെ എടുത്ത് എയറിലാക്കുന്ന, നിങ്ങൾക്ക് എന്ത് ഉത്തരമാണ് പറയാനുള്ളതെന്ന് ലാലി ചോദിക്കുന്നു. മോഹൻലാൽ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരമായി അദ്ദേഹം പറയുന്നത് അവരുടെ അച്ഛൻ സിവിയറായി കിടക്കുകയാണ്. ആ സീരിയസ് ആയി കിടക്കുന്ന ഒരു അച്ഛനെ പറ്റി ഒരു മകളെ കാണണമെന്ന് പറഞ്ഞാൽ അവസാനത്തെ ആഗ്രഹം നമ്മൾ സാധിച്ചു കൊടുക്കണ്ടേ? അല്ലേ? സായി എണ്ണ ഇതെടുത്ത് വെച്ച് ഉരുട്ടിപ്പിരട്ടി ഒരു കാര്യം പറഞ്ഞു. കൃത്യമാണ്. പപ്സ് വാങ്ങിക്കാൻ പോയ അച്ഛനെ നമ്മൾ കണ്ടെന്നു. മനുഷ്യത്വം വേണം. അത് ശരിയാ മോനെ, മനുഷ്യത്വം വേണം സത്യമായിട്ടും. ഷെഫീന മെസ്സേജിലോട്ട് നോക്കണ്ട. ഓക്കെ. അപ്പോൾ മനുഷ്യത്വം വേണം, ശരിയാണ്. ആ മനുഷ്യത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ബേക്കറിയിൽ പോയി ഉണ്ടംപൊരി വാങ്ങിക്കുന്ന ആ ജാസ്മിൻ്റെ അപ്പനെ നാട്ടുകാർ കയ്യോടെ പൊക്കുന്നു, കണ്ടുപിടിച്ചു. ഉടനെ വിവിയണ്ണൻ ഇറങ്ങി. വിവിയണ്ണൻ ഉറ്റ സുഹൃത്താണ്, ആത്മാർത്ഥ സുഹൃത്താണ്. ചാടി വീണ് അങ്ങോട്ട് ചെന്നിട്ട് പറഞ്ഞത്, ചേട്ടാ എനിക്കൊരു ഇന്റർവ്യൂ തന്നാൽ ഈ പ്രശ്നം ഞാൻ സോൾവ് ചെയ്ത് തരാം, പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഞാൻ നിങ്ങളെ നന്നാക്കി തരാമെന്ന്. ഓ, വിവിയണ്ണൻ പറയണതിന് മുമ്പേ അങ്ങ് ചാടി വീണും കഴുത. ശരി എന്നാ വന്നോന്ന് പറഞ്ഞ് പെണ്ണുമ്പിളയെ പിടിച്ച് അടിത്തിരുത്തിയിട്ട് അത്യാവശ്യം ഇന്റർവ്യൂ കൊടുക്കുകയാണ്. അപ്പോൾ ഇന്റർവ്യൂവിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? ബ്ലോക്കൊക്കെ വന്നിട്ടുണ്ട്, അതൊക്കെ പണ്ടായിരുന്നു. ഇപ്പം പ്രത്യേകിച്ച് ബ്ലോക്കൊന്നുമില്ല. ആശുപത്രി പോയപ്പോൾ അവർ വീട്ടിൽ പറഞ്ഞു വിട്ട്, അവിടെ കിടക്കേണ്ട ഒരു ആവശ്യമായിട്ടൊന്നും ഇല്ല, നിങ്ങൾ വീട്ടിൽ പൊയ്ക്കോളി എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാം പെട്ടിയും പെടുകയും എടുത്തിട്ട് അവർ വീട്ടിലോട്ട് വന്നു. നാക്കാൻ പണ്ട് കഞ്ഞിയും കറിയും വെച്ചിട്ടില്ല, എന്നാൽ പള്ളിയിൽ പോയി തിരുപ്പൂലം കഞ്ഞി വാങ്ങിക്കൊണ്ടുവരാം. പുള്ളിക്കാരൻ പോയി സ്ഥാപിക്കാൻ ശ്രമിച്ചത് എന്താണെന്ന് അറിയാം. ജമാഅത്തിന്റെ ഇടപെടലുകൾ ഉണ്ടായെന്നും ജമാഅത്ത് പുറത്തേക്ക് വിട്ടു എന്നും ജമാഅത്തിൽ നിന്ന് തള്ളിപ്പറഞ്ഞു എന്നും ഒക്കെയാണ് പുള്ളിക്കാരൻ നാട്ടുകാർ പറയുന്നത്. അപ്പം അതിനൊരു കൃത്യത വരുത്താൻ വേണ്ടി പള്ളി അങ്കണത്തിൽ പോയി പള്ളിയിൽ നിന്ന് ആ സുനാബിക്കേഷൻ വാങ്ങിക്കുന്നത്, അതായത് കഞ്ഞി വാങ്ങിക്കുന്ന സിനാരിയോ ഇടുന്നെന്നാണ് പുള്ളിയുടെ ധാരണ. ഇതും അതും മറ്റതും, അതായത് ബിഗ് ബോസിൻ്റെ അടുത്ത് മോഹൻലാൽ ചോദിക്കുന്നതും ഇന്റർവ്യൂവും പള്ളിയിൽ നിന്ന് കഞ്ഞി വാങ്ങിക്കുന്ന എല്ലാം കൂടെ വെച്ചിട്ട് എനിക്ക് മനസ്സിലായി എന്തെന്നറിയാമോ? അണ്ണ ബിഗ് ബോസ് അണ്ണ നിങ്ങൾക്ക് കഞ്ഞി വേണോന്ന് ചോദിക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നിയില്ല? തെറ്റായ ഒരു കാര്യം വളരെ കൃത്യമായി പറഞ്ഞു. ഇറ്റ്സ് എ ഫേക്ക് ന്യൂസ്, ഫേക്കായിട്ടുള്ള ഒരു ഡ്രാമ. ഇത് കേട്ടറിഞ്ഞപ്പോൾ അപ്പനെ അത്രയധികം സ്നേഹിക്കുന്ന, അതായത് KD ജാഫറിന്റെ മകൾ, അതിനകത്ത് കാണിച്ച വേദന നിങ്ങൾ കണ്ടില്ലേ? ഒരച്ഛൻ വയ്യാതെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ കരഞ്ഞ് തകർന്നുകൊണ്ട് അവളോട് ഇരുന്ന് പാട്ട് പാടുന്ന നിങ്ങൾ കേട്ടില്ലായിരുന്നോ? എന്തുവായിരുന്നു പാട്ട്? എങ്കേയോ പോകീറായി, എങ്കേയോ വാഗീറായി, എങ്കേയോ നോക്കീറായി. ഇടയ്ക്കിടയ്ക്ക് അവനെ പിടിച്ചൊരു കടി. ഇന്നുണ്ട് കടി, അങ്ങോട്ടൊരു കടി, ഇങ്ങോട്ടൊരു കടി. എന്ന് നിർത്തി പോയടി വയല് പറയേണ്ടത്, നീ ഒന്ന് ഇറങ്ങി പോയടി വയല് പറയേണ്ടത്. നിന്നെ ഇവിടെ ആരെങ്കിലും വിളിച്ചാടി നക്കാളി മോളെ, ഇറങ്ങി പോടി. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് ദിശാന, എന്തുവാ മക്കളെ ഇവിടെ കിടന്നാണ്ട് അടി ഉണ്ടാക്കുന്നത്? ചുമ്മാതിരിക്കേ, ഞാൻ മറുപടി കൊടുക്കാം, അവിടെ കിടന്ന് അലക്കിട്ടെ. അപ്പോൾ ഞാൻ കമൻറ്റ് വായിക്കുന്നില്ല, അതുകൊണ്ടാണ് മറുപടി തരാത്ത കേട്ടോ. അല്ലാതെ നിൻ്റെയൊക്കെ പോലെ വീട്ടിൽ തന്തയില്ലാണ്ടല്ല. അത് നല്ല മറുപടി ഞാൻ തരാം, അവിടെ ഇരുന്നു അതൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. ലെറ്റ് മീ കംപ്ലീറ്റ് ദിസ്. അപ്പോൾ പ്രോഗ്രാമിൻ്റെ ബാക്കി സിനാരിയോ കാണാൻ വേണ്ടിയിട്ട്, അല്ലെ ഇനിയെങ്കിലും ഇവരൊന്ന് തിരുത്താം എന്നുള്ള ശ്രമത്തിൽ ബിഗ് ബോസ് വീണ്ടും മോഹൻലാലിനെ കൊണ്ട് പല കോപ്രായങ്ങളും കാണിക്കുന്നുണ്ട്. പക്ഷെ കോപ്രായങ്ങളൊന്നും തന്നെ ഏൽക്കുന്നില്ല. അവർ പഴയ 16 കൊണ്ട് അവിടെ നിൽപ്പുണ്ട്. എന്തായാലും വളരെയധികം വേദനാജനകമായ ഒരു സംഗതിയാണ് ഞാൻ കാണുന്നത്. പിന്നെ ഫാൻസ് അങ്ങ് ഇറങ്ങിയിട്ടുണ്ട്, ഫേക്കും കൊണ്ട് ഫാൻസിനെ ഇറക്കി വിട്ടിട്ടുണ്ട്. ഇപ്പം ഫാൻസ് ഇപ്പം അങ്ങ് വെളുപ്പിച്ചെടുക്കുന്നു. വൺസ് ഒരു പ്രശ്നത്തിൽ പെട്ടാൽ, അത് പ്രത്യേകിച്ച് ഇതിനകത്ത് ഇനി എന്ത് വെളുപ്പീര് കൊണ്ടുവന്ന് വെളുപ്പിച്ചാലും ഈ വിഷയത്തിൽ വെളുക്കൂല. ഇനിയും അവസരം ഉണ്ടായിരുന്നു. അപ്പൊ ആ അവസരം ഉപയോഗിക്കുന്നതിന് പകരം വീണ്ടും കിടന്നുണ്ട് കട എന്ന് വീണ്ടും അതേ ലെവലിൽ തന്നെയാണ് പോകുന്നത്. പിന്നെ റസ്മീന എന്ന് പറയുന്ന കുട്ടി ഇവർക്ക് വേണ്ടി സപ്പോർട്ടിന് വേണ്ടി ചാടി വീഴുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല, ജാസ്മിൻ ഇപ്പോൾ പാട്ടുപാടി നടക്കുകയാണല്ലോ ചേച്ചി. അതാണ് ഞാൻ പറഞ്ഞത്, അവർക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എങ്കിൽ, അച്ഛന് അത്രയും സിവിയർ ആയിരുന്നുവെങ്കിൽ അവൾ അങ്ങനെ പാട്ടുപാടി നടക്കും. പിന്നെ അവർ വരുമ്പോൾ ചോദിക്കാൻ വേണ്ടി വെച്ചിരുന്ന ചോദ്യവും പോയി. ഇങ്ങനെ പറയല്ലേ, ഹാർട്ട് അറ്റാക്ക് വന്നത് പറഞ്ഞതല്ലേ, മെഡിക്കൽ തിങ്സ് മാത്രമേ പറഞ്ഞുള്ളൂ. സത്യം ആണോ? ഹാർട്ട് അറ്റാക്ക് വന്നെന്ന് പറഞ്ഞല്ലോ. അച്ഛന് ബ്ലോക്ക് ഉണ്ട്, അച്ഛൻ ഹോസ്പിറ്റലാണ്, 3ാമതൊരു ബ്ലോക്ക് ഉണ്ട്. ആ ബ്ലോക്ക് വരാൻ കാരണം ജബ്രിയെ കെട്ടിപ്പിടിച്ചത്, ഉമ്മ വെച്ചത്, നക്കിയതും ഒക്കെയാണെന്നാണല്ലോ പറഞ്ഞത്. ഞാനങ്ങനെ മനസ്സിലാക്കിയത്. എന്തിനാ പറഞ്ഞത്? അബലാസ്യം പറയും, ഉമ്മ കണ്ട കാര്യം പറയും. അവർ വന്ന് കെട്ടിപ്പിടിച്ച് മുക്കി നക്കി തിക്കി എന്നൊക്കെയാണ് പറയണത്. അപ്പം ഇതൊക്കെ കണ്ട അച്ഛനിക്ക് പ്രശ്നമായി. ആകെ മൊത്തം ഫാൻസിന് വലിയൊരു നഷ്ടമാണ്. പോൺ സൈറ്റ് കണ്ടുകൊണ്ടിരുന്ന ഒരു ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ബിഗ് ബോസിന്റെ ആ പേര് മാറ്റാൻ വേണ്ടിയിട്ടാണ് ബിഗ് ബോസ് ഒരു ശ്രമം നടത്തിയെന്നാണ് എനിക്ക് മനസ്സിലായത്. പേഴ്സണലി എനിക്ക് മനസ്സിലായത് ആ ഒരു ഇതിന്റെ
മറ്റൊരു വേർഷനിലേക്ക് ഇത് പോകുന്നെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് അവരുടെ ഇടപെടലുകളാണ് നിങ്ങൾ കണ്ടത്. അതായത് ഇതൊരു പോൺ വീഡിയോ അല്ല, ഇത് ഒരു പിന്നെ ഫാമിലി ഓറിയന്റഡ് പ്രോഗ്രാമാണ്, നിങ്ങളെല്ലാവരും കാണണം എന്നുള്ള ടൈമിലാണ് ബിഗ് ബോസ് അത് പറയുന്നത്. പക്ഷെ സംഭവിച്ചത് വേറെ വേറെ ആയിപ്പോയി. ഈ പറയുന്ന സംഗതി ഫോക്കസ് ചെയ്ത് നമ്മളിലേക്ക് കൊണ്ടെത്തിച്ചതായിരുന്നു നമ്മളാണ് അവിടെ ക്യാമറയെ കൊണ്ടുപോയത്. ബിഗ് ബോസിന്റെ തന്നെ ക്യാമറയല്ലേ ഇത് ഒപ്പിയെടുത്ത് നമുക്ക് കൊണ്ട് തന്നത്. അപ്പോൾ ബിഗ് ബോസ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചൊരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ലവ് ആണ്. പക്ഷേ ആ സ്ട്രാറ്റജി അവിടെ വർക്കൗട്ട് ആവുന്നില്ല. കാരണം ഇവള് അത് പ്രേമമാണെന്ന് പറയത്തില്ല. ഇതേ സാധനം തന്നെയായിരുന്നു റോബിന്റെ വിഷയത്തിൽ ദിൽഷയും പറഞ്ഞുകൊണ്ട് നടന്നത്. എനിക്കങ്ങനെ പ്രണയിക്കാനൊന്നും പറ്റത്തില്ല. അവസാനം നമ്മളെല്ലാവരുടെ ഒരു കൺക്ലൂഷനിലെത്തി, അല്ല പ്രണയം തന്നെ സമ്മതിച്ച് റോബിന്റെ പെണ്ണ് തന്നെ ദിൽസ പ്രസന്നനെ കൊണ്ട് നമ്മൾ പ്രണയിപ്പിച്ചേ മതിയാവുള്ളെന്ന് റോബിന്റെ തന്നെ ഫാൻസ് അങ്ങോട്ട് തീരുമാനിച്ചെടുത്ത് അവളും ഒന്ന് സമ്മതിച്ചു കൊടുത്ത്. ഗപ്പ് കിട്ടണമല്ല. ഇതും അത് തന്നെയാണ് സ്ട്രാറ്റജി. സത്യമായിട്ടും ഇല്ല, സമാധാനിക്കണ്ട. അങ്ങനെയാണ് ബിഗ് ബോസ് കാണുമോ? ഷോ മാത്രമല്ല നമ്മൾ അതിൻ്റെ ഇതും കാണും. ഇപ്പോൾ സിജോയ്ക്ക് ഒരു അടി കിട്ടിയിട്ടുണ്ട്. സമാധാനമായി ഒന്നുമില്ലല്ലോ. അവൻ്റെ കുറേ കാമ വർത്താനത്തിന് ഒരടി അവനിക്ക് കൊടുക്കാൻ പറ്റിയില്ലെന്നാണ്. ഓവറാണ്, റോക്കി ബായ് കുറച്ച് ഓവറാണ്, അതല്ല എന്ന് പറയുന്നില്ല. പക്ഷെ അപ്പോഴും ഞാൻ പറയും, ഒരു മെൻ്റൽ ഗെയിം മോഹൻലാൽ കളിച്ചിരുന്നു കഴിഞ്ഞ, അതായത് ശനിയാഴ്ചത്തേത് കപ്പ മുല്ലപ്പൂവിന് തന്നെ പള്ളിക്കാരുണ്ട് എന്ന് കാണിക്കാൻ പള്ളിയുടെ മുന്നിൽ പോയിരുന്നു. കറക്റ്റ് അത് തന്നെയാണ്. ഈ പറയുന്ന എന്താ പറയണേ, നമ്മളുടെ മുല്ലപ്പൂവിൻ്റെ ഞാൻ പറഞ്ഞുകൊണ്ടൊന്ന് മറന്നുപോയി. ഞാൻ എന്തോ പറഞ്ഞുകൊണ്ടൊന്ന് അത് മറന്നുപോയി. ഒരു മിനിറ്റ്. മോഹൻലാലിൻ്റെ കാര്യം. ശനിയാഴ്ചത്തെ ഇതിനകത്ത് മോഹൻലാൽ പറയുന്നുണ്ട്, തല്ലാനായി പോയാൽ തല്ലുക തന്നെ വേണം, അല്ലാണ്ട് പോയി കൈവീശിയിട്ട് പേടിപ്പിച്ചിട്ട് വരരുത്. ഞാനാണെങ്കിൽ തല്ലുവെന്ന്. ശരി ലാലേട്ടാ, അടുത്ത് ഞാനത് ചെയ്തോളാം എന്ന് പറയുന്ന സീൻ നിങ്ങളാരും കണ്ടില്ല. നിങ്ങളെങ്ങനെയാണ് റോക്കിയെ കുറ്റപ്പെടുത്തുന്നത്? റോക്കി അനുസരിക്കുന്നത് ബിഗ് ബോസിനെയും ലാലിനെയാണ്. മോഹൻലാൽ പറഞ്ഞ തല്ലാൻ, മോഹൻലാൽ പറഞ്ഞത് കേട്ട് അവൻ പോയൊരു തല്ലു കൊടുത്തു. ദേവ് അങ്ങേരെ പിടിച്ച് അവിടെ ഇരുത്തി കരയിപ്പിക്കുന്നുണ്ട്. മിക്കവാറും പുറത്താക്കും, ചിലപ്പോൾ ഇരുട്ട് റൂമിൽ കൊണ്ടിടും, ചിലപ്പോൾ തിരിച്ചു കൊണ്ടിടും. പക്ഷേ അവിടെ ഒരു മത്സരാർത്ഥിയും സേഫ് അല്ല. ഏതെങ്കിലും മത്സരാർത്ഥികളുടെ പേരൻസോ അല്ലെങ്കിൽ ബന്ധുമിത്രാദികൾക്കോ കംപ്ലൈൻറ്റ് കൊടുക്കാവുന്നതാണ്. കാരണം അവൻ ഒന്നിനുമ്പേ കൈവെക്കുന്നവനാണ്. അടിച്ച് മുഖത്തിൻ്റെ പരിപ്പിളക്കിയിട്ടുണ്ട് പൈസ ഇട്ടേക്ക് എടുത്തു വെച്ച് മുഖത്ത് വെച്ച് എന്തൊക്കെ നടക്കണം അവിടെ. ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ. എല്ലാവരും ഒന്നും മനസ്സിലാക്കൂ. ജാസ്മിൻ ഫാദർ ബ്ലോക്ക് കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. അങ്ങനെയാണ്. പക്ഷെ ബ്ലോക്ക് എന്ന് പറയുന്നത് പ്രശ്നമല്ലേ? ഒരാൾക്ക് ബ്ലോക്ക് കഴിഞ്ഞാൽ ബ്ലോക്ക് റിമൂവ് ചെയ്യാനായിട്ട് ഹോസ്പിറ്റലൈസ് ആയ ഒരു പേഷ്യൻറ്റ് എനിക്ക് തോന്നുന്നില്ല അത്രയും സ്പീഡിൽ റിക്കവർ ചെയ്ത് പോയി മുട്ട പപ്സ് വാങ്ങിച്ച് തിന്നുമെന്നും പിന്നെ പള്ളിയിൽ പോയി കഞ്ഞി വാങ്ങിച്ച് കുടിക്കുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അത്രയ്ക്കൊക്കെ ഉള്ളൂ അങ്ങേര്. ഒരിക്കലും വിശ്വസിക്കാൻ വയ്യ. അയാൾ എത്ര പ്രൊവോക്കഡായി. അയാൾ അത്ര പ്രൊവോക്കഡ് ആകാം, പക്ഷെ എന്നാലും കൈ ഉയർത്താൻ പാടില്ലല്ലോ. അപ്പോൾ അത് കൈ ഉയർത്താനുള്ള ഇത് കൊടുത്തിരിക്കുന്നത് മോഹൻലാൽ തന്നെ. മോഹൻലാൽ പറഞ്ഞു കൊടുത്തു, അങ്ങേര് ചെയ്തു. ഇപ്പോൾ കുറ്റം മുഴുക്ക റോക്കിക്ക്. സത്യത്തിൽ മോഹൻലാലിനെയാണ് പുറത്താക്കേണ്ടത്. അങ്ങേര് ഒരു കണ്ടസ്റ്റന്റോട് പറയാൻ പാടുള്ള കാര്യമാണോ പറഞ്ഞത്? ഒരാളെ തല്ലാൻ പറഞ്ഞു കൊടുക്കുകയല്ലേ ചെയ്തത്. മിക്കവാറും ആ തല്ല് കിട്ടേണ്ടിരുന്ന ജബ്രിക്കായിരുന്നു, ജാസ്മിൻ ബിബ്രി, രണ്ടിനുമായിരുന്നു. പക്ഷെ തല്ല് വാങ്ങിയെടുത്തത് സിജോ. അത്രയേ ഉള്ളൂ. അത് വാട്സപ്പ് ബ്ലോക്ക് ചെയ്യുക കാര്യമാണോ? അതും പറയാൻ ഒക്കത്തില്ല. എന്തോ ഒരു ബ്ലോക്കാണ് കൂട്ടി, എന്തോ സംതിങ് ബ്ലോക്കാണ്. തള്ളിയത് ശരിയല്ല, അതും ശരിയാണ്. തള്ളിയത് ശരിയല്ല. ചേച്ചി ഒരു ഹായ് തരുമോ? പ്രാർത്ഥന. ഹായ് പ്രാർത്ഥന. ഹായ്. ട്രാഫിക് ബ്ലോക്ക് എന്ത് ബ്ലോക്ക് ആയിരുന്നാലും കൊള്ളാം. ആ ബ്ലോക്ക് കൊണ്ട് കാരണം ഇപ്പം നാട്ടുകാർക്ക് ഒരു കാര്യം മനസ്സിലായി, ഈ ഷോ ഒരു ഫേക്കാണെന്ന്. വാസ്തവത്തിൽ അവരുടെ ആ ഫേസ് ഒന്ന് രക്ഷിച്ചെടുക്കാൻ അവരൊരു ശ്രമം നടത്തിയതാണ്. ആ ശ്രമത്തിൽ അട്ടർ ഫ്ലോപ്പായിപ്പോയി ബിഗ് ബോസ് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്സര സൂപ്പർ പ്ലെയറാണ്. അപ്സരയ്ക്ക് നല്ല ടാലൻ്റ് ഉണ്ട്. പക്ഷെ അപ്സര റസ്കു എന്ന് വിളിച്ചത് തെറ്റായിപ്പോയി. അത് ശരിയായിട്ടില്ല, അത് ശരിയായ നടപടിയല്ല. അപ്പം അതിനുള്ള തിരിച്ചുള്ള മറുപടി മാപ്പിളയെ പറഞ്ഞു. ഭർത്താവിനെ പറഞ്ഞ, തന്തയെ പറഞ്ഞ, തള്ളയെ പറഞ്ഞാലൊക്കെ ആളുകൾ പ്രൊവോക്ക് ആവണം. ഭർത്താവിനെ പറയുമ്പോൾ അടിക്കാൻ കയറുന്നതൊക്കെ ആദ്യമായിട്ടാണ്. ഏതായാലും ആകെ മൊത്തത്തിൽ ഈ വഴിയെ പോയ അടി ഏണി വെച്ച് വാങ്ങിച്ച് പിടിച്ച സിജു അവിടെ ഇരുന്ന് കരയുന്നുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ അത് പോയി നോക്കുക. റോക്കി നല്ല പ്ലെയറാണ്, പക്ഷേ ദേഷ്യം കുറച്ച് കൂടുതലാണ്. അതാണ് വാസ്തവം. അവന് കുറച്ച് കൺട്രോൾ കുറവാണ്. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കുക സനി ജേക്കബ്, ഇത്രയും ക്രൗഡഡ് ആയിട്ട് ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് പെട്ടെന്ന് അവർ ഒട്ടും അറിയാത്ത കുറേ പേരുടെ ഇടയിലേക്ക് പെടുകയാണ്. ചുറ്റും ഒന്നും കാണാനില്ല. ഒരു മുറിക്കകത്ത് ഇങ്ങനെ ഇത്രയും പേര് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് പറയണമെന്ന് അറിയത്തില്ല. മിണ്ടിയാൽ അനങ്ങിയാൽ ക്യാമറ ഒപ്പിയെടുക്കുന്ന ഒരു സിറ്റുവേഷൻ. വിജിലൻ്റായി ഇരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ടെൻസ്ഡുള്ള സാധനമാണ്. മൈൻഡ് കറക്റ്റ് അല്ലാത്ത ഒരാൾ അതിനകത്ത് പോയാൽ തീർന്ന് കെട്ടും എന്നുള്ളതിൽ തർക്കമേ വേണ്ട. തല്ല് കിട്ടാൻ ആ ചെക്കൻ മൂക്കും കൊണ്ട് ചേർത്ത് വെച്ച് കൊടുത്തു. അല്ല, അതെനിക്ക് മനസ്സിലാവുന്നില്ല. ഇവർക്ക് തുപ്പല് തെറിക്കൂലോ എന്തോ.
അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒത്തല്ലടാ 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 അവിടെ കിടന്ന് കളിക്കിട്ടെന്ന് പറഞ്ഞാൽ പോടാന്ന് പറഞ്ഞിട്ട് മാറിപ്പോകുന്നതിന് പോലെ ഒത്തല്ലടാ ഒത്തല്ലടാ എന്നെ പിടിച്ചോടാ എന്നെ പിടിച്ചോടാന്ന്. നീ വാടാ, നീ ഒന്ന് വാടാ ജാസ്മിൻ, നീ ഒന്ന് വാടാ, തൊട്ട് നോക്കട്ടാ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടേട്ടാ. എന്തൊക്കെയാ അതിനകത്ത് നടക്കുന്നേ, കഷ്ടം തന്നെ. ഹായ് ചേച്ചിയമ്മേ, ഹായ് ലിച്ചൂസ്. മുനു ഒന്നിങ്ങോട്ട് വരൂ. ഇതും ക്ലോസ് ചെയ്യാം, നോട്ട് കംഫർട്ട്. താങ്ക് യു. അപ്പോൾ പറഞ്ഞു വന്നത് അത്രയേ ഉള്ളൂ. 2 ദിവസമായിട്ട് ഞാൻ ബിഗ് ബോസിന്റെ റിവ്യൂ ഇടാത്തതിന്റെ കാരണം മനസ്സുകൊണ്ടൊരു മടിപ്പുണ്ട്. ഞാൻ അത് കാണാനായിട്ട് ശ്രമിക്കുന്ന പോലുമില്ല. ഇന്നലത്തെ ഡാൻസ് കിഡിലോസ്കി ഓക്കെ, നോ പ്രോബ്ലം. കിഡിലോസ്കി ആയിരുന്നു, സൂപ്പർ ഡാൻസ് ആയിരുന്നു. അത് ഞാൻ സമ്മതിച്ചു കൊടുത്തു. അപ്സര അവനെ കൊണ്ട് പൊട്ടൻ കളിക്കുന്ന ആ പൊട്ടനെ കൊണ്ട് അത്രയൊക്കെ നടത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെറിയ കാര്യമല്ല, അത് സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. ജാസ്മിൻ നോ ബേ, ഒരു കാരണവശാലും മെന്റൽ പ്രോബ്ലമാണ്. ജാസ്മിന് മെന്റൽ പ്രോബ്ലമാണ്, അത് ഉണ്ട്, അതില്ലാന്ന് പറയാനൊക്കത്തില്ല. കാരണം ഏത് ഫ്രണ്ടിനെ കണ്ടാലും കെട്ടിപ്പിടിക്കണം, ഉമ്മ വയ്ക്കണം എന്നൊക്കെ തോന്നും. സുജാതയ്ക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജാസ്മിനെ പുറത്താക്കത്തില്ല. ഷെഫീന വൈൽഡ് കാർഡ് എൻട്രി ആയാൽ പലരും അവിടെ മുക്കിത്തൂറും. ഷെഫീന വൈൽഡ് കാർഡ്, അത് പോയിന്റ്. ബിഗ് ബോസ് എന്നെ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് അതിനകത്തേക്ക് വൈൽഡ് കാർഡ് എൻട്രിയിലൊന്ന് പോകാൻ ആഗ്രഹമുണ്ട്. എനിക്കൊരാഗ്രഹം, ചുമ്മാ ബിഗ് ബോസിൽ പോയി ചുമ്മാ അവരെയൊക്കെ ഒന്ന് തൊട്ട് കളിച്ചിട്ട് വരാനൊരാഗ്രഹം. ഒന്ന് പോയിരുന്നെങ്കിൽ ആ ജാസ്മിനോട് ഇച്ചിരി കാര്യം പറഞ്ഞിട്ട് വരാമുണ്ടായിരുന്നു. ആ ജബ്രിക്ക് റോക്കി കൊടുത്താണൊക്കെ ഒരു ചാറയും കൊടുക്കണമെന്നൊരു വലിയ ആഗ്രഹമുണ്ട്. ചെറിയ ആഗ്രഹം, വലിയ ആഗ്രഹം. എടാ പേട്ട് ചെറുക. പിന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം പറയാനുള്ളത്, ഇരിക്കുന്നിടത്തുനിന്ന് പിന്നെ എന്തോ ഒരു ചോദ്യം ചോദിക്കുമ്പോഴും അവളിങ്ങനെ ഉന്തി കൊടുക്കുകയാണ്, ചാടി വീഴും. ഇത്രയും ഒരു പേട്ട് ചെറുക്കെ സത്യത്തിൽ അവൻ്റെ ക്യാരക്ടറെ തീർന്നു, അവൻ്റെ ക്യാരക്ടറെ നശിച്ചു. അതാ ചെറുക്കന് മനസ്സിലാവുന്നില്ല. ജാസ്മിൻ അവനെ യൂസ് ചെയ്യുകയാണ്, അവനെ ഉപയോഗിക്കുകയാണ്, കരിവേപ്പില പോലെ എടുത്ത് തൂരകളെ. അവളത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എനിക്ക് ഇവിടെ വേണ്ട ഒരു സൗഹൃദം, പുറത്തേക്ക് എനിക്ക് സൗഹൃദം വേണ്ട. പിന്നെ ഭയങ്കരമായ മുന്നോട്ട് ചിന്തിക്കുന്ന പുരോഗമനവാദിയായ അപ്സലിക്ക സമ്മതിച്ചു കൊടുക്കണം. നിങ്ങളുടെ ലവറിനെ നിങ്ങൾ ഇങ്ങനെയാക്കി അങ്ങ് അതിനകത്ത് കൊണ്ടാക്കി കൊടുത്തത്. ഏഷ്യാനെറ്റ് നട്ടലുണ്ട് ഷോ ചേഞ്ചറായി ഷെഫീനെ ബൈക്കണ്ട്. എക്സാക്ട്ലി ഷോ സ്റ്റോപ്പർ എന്ന് വേണമെങ്കിൽ പറയാം. ഷോ ചേഞ്ചർ എന്നല്ല, ഷോ സ്റ്റോപ്പറാണ്. അവിടെ പോയാൽ ഷോ സ്റ്റോപ്പാകും. എന്നെ മര്യാദയ്ക്ക് അതിനകത്ത് എടുക്കാൻ പറ. ഹർഷിത ക്ലാപ്പ് ചെയ്യും, എല്ലാവരും ക്ലാപ്പ് ചെയ്ത് കൊടുക്കുക. എന്നെ എത്രയും പെട്ടെന്ന് ബിഗ് ബോസിലേക്ക് ഒന്ന് എടുക്കാൻ ഞാൻ അതിതീവ്രമായി ആഗ്രഹിക്കുന്നു. ഈ ഒരു സീസണിൽ തന്നെ ഈ സ്പെസിഫിക് പോർഷന് എനിക്ക് അതിനകത്ത് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. എന്താണ് തെറിവിളി, എന്താണ്, എങ്ങനെയാണ് കളിക്കേണ്ടതെന്ന് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും. ആ ചെക്ക് ദയാ അച്ചു ജസ്ലയ്ക്കെതിരെ വൈൽഡ് കാർഡ് ആയി ലാസ്റ്റ് അവർ അപ്പവും അടവുമായി. അതൊന്നും ഉണ്ടാവത്തില്ല, അങ്ങനെയൊന്നും വിചാരിക്കണ്ട. വായിട്ട് അലയ്ക്കാതെ പോയാണ്. എഴിച്ച് പോടി തക്കാളി മോളെ, തള്ളയ്ക്കും തന്തയ്ക്കും വിളി കേട്ടാലേ സുഖമുള്ളൂ അല്ലേ. എവിടെ നീ പേക്ക ഇടിയും കൊണ്ട് വന്നത് മോളെ? സുജാത് കള്ളിയെത്താ, അതെന്ത് ഓടി മാലക്കള്ളി? നീ മാലക്കള്ളിയായിരുന്നോ? അത് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാനൊരു വിഷയം പറയുമ്പോൾ അതിൻ്റെ ഇടയിൽ വന്നിട്ട് തള്ളി പിടിക്കാതെ ദയവ് ചെയ്തിട്ട് തിരിച്ച് ചുമ്മാ ഇരിയടെ. നിങ്ങൾക്കൊക്കെ എന്തെന്ന് വേണം, കാര്യമല്ലേ പറയണത്? നിങ്ങൾക്ക് കാര്യം കേട്ടിട്ട് മനസ്സിലാവുന്നില്ലേ? നിന്നെ ഇവിടെ ആരെങ്കിലും വിളിച്ചാൽ അത് എൻ്റെ ചാനലല്ലേ, എനിക്ക് ഇഷ്ടമുള്ള പറയാനല്ലേ ഞാൻ ചാനൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഏച്ചി പൊടി നാറി അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ജാമിതയുടെ കുറേ കൊലസ്ത്രീ ഉണ്ട്. ഇനി വാ, ചങ്കികൾക്ക് നെറ്റിയടി കിട്ടിയില്ലേ ജാമിതയെ കൊണ്ട്? അതാണ് ഇപ്പം മനസ്സിലായില്ലേ. ഇപ്പുറത്ത് നല്ല ആൾക്കാരുണ്ടാകുമെന്ന് പോലീസുകാർ സ്വമേധയെ കേസെടുത്തപ്പോൾ തന്നെ മനസ്സിലായില്ലേ. ഞങ്ങൾ ചങ്കീരികളാണ്, ഞങ്ങളെ കൊണ്ട് ഇങ്ങനെയൊക്കെ റിയാക്ട് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായില്ലേടാ പോട്ട കൊണാപ്പന്മാരെ. അതെല്ലാം അവിടെ നിൽക്കട്ടെ. ഏതായാലും ബിഗ് ബോസ് കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. റോക്കി പോയാൽ പിന്നെ അതിനകത്ത് ആരാവുള്ള? സിജോ നല്ല പ്ലെയറൊന്നുമല്ല, സിജോ വളരെ ചീപ്പ് പ്ലേ ആണ്. സിജോയുടെ കള്ളത്തരങ്ങൾ കയ്യോടെ പൊക്കിയിട്ടുള്ളത് റോക്കിയാണ്. അപ്പോൾ റോക്കി അവിടെ നിന്ന് ഇല്ലാതാക്കുക എന്നുള്ളത് സിജോയുടെയും ജാസ്മിൻ്റെയും ആവശ്യമാണ്. ജാസ്മിനും സിജോയും കൂടെ ചേർന്നിട്ടാണ് ഇപ്പോൾ റോക്കിക്ക് പണി കൊടുത്തിട്ടുള്ളത്. ഇനി ജാസ്മിനും അടുത്ത പണി കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സിജോയ്ക്കായിരിക്കും. ഋഷി സിജോ ആണ് ജാസ്മിൻ്റെ കോമ്പറ്റീറ്ററായി ജാസ്മിൻ കണ്ടെത്തിയിരിക്കുന്നത്. അവർ രണ്ടുപേരെയും കിക്ക് ഔട്ട് ചെയ്താൽ ജാസ്മിൻ ടേൺ ടു അപ്സര, പിന്നെ അപ്സരയിലേക്കായിരിക്കും അവളുടെ അടുത്ത കണ്ണ് വരിക. ഇതിനകത്തൊരു വേറൊരു സംഗതി നടക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ ഇല്ലെന്ന് എനിക്കറിയാം. ശ്രീരേഖയുടെ ഒരു ചേഞ്ച് ഉണ്ട്. വീക്കെൻഡ് ആകുമ്പോൾ ഈ പെണ്ണുമ്പിളേക്ക് എന്തരാണോ എന്ത് അയ്യേ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുവരെ ഭയങ്കര സംഭവമായിട്ട് ഇങ്ങനെ നടക്കും. ലാലേട്ടനെ കാണുമ്പോൾ ഒരു ഇളക്കം, പക്ഷെ ലാലേട്ടൻ നല്ലൊരു മറുമരുന്ന് കൊടുത്തു. അതും എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. അവളുടെ ഒരു കിളത്തത്തിനും ഒരു ഇളക്കത്തിനും ഒക്കെ
അവളും അവളെ കെട്ടിയവനുമായിട്ടുള്ള ഫോട്ടോ അങ്ങ് പാഴ്സൽ അയച്ചു കൊടുത്തു. ചിലപ്പോൾ കെട്ടിയവൻ പറഞ്ഞായിരിക്കും ലാലേട്ടനെ കാണുമ്പോൾ ഉള്ള എൻ്റെ പെണ്ണുമ്പിള്ളയുടെ ഇളക്കം ഞാനൊന്ന് മനസ്സിലാക്കുന്നുണ്ട്, വീക്കെൻഡിൽ മാത്രമുള്ള ഒരു ശൃംഗാര കേളി എനിക്കതങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല, ഇതങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഞാനിവിടെ ഉള്ള വിവരം അവൾക്ക് ഓർമ്മ വരുമെന്ന് പറഞ്ഞ് ശ്രീദേവിക്ക് ആ സാധനം കൊടുത്തത് സൂപ്പർ. ആ സാധനം വാങ്ങിയതിന് ശേഷമുള്ള അവളുടെ മ്ലേച്ഛത, ആ മ്ലാനത നിങ്ങൾ കണ്ടോ ഇല്ലയോ? ഞാനത് കൃത്യമായി നോട്ട് ചെയ്തിരുന്നു. ശ്രീരേഖയുടെ ഒരുമാതിരി ശൃംഗാര കളിക്ക് ഒരു മുற்றுപുള്ളിയായിട്ടുണ്ട്. അത് അവിടെ ഒരു വിഷയം. പിന്നെ ഈ അർജുനെ തൂക്കി തലേ വയ്ക്കണ എന്തിനാണ് ശ്രീരേഖ? അത് ആ ലൈൻ ഇടല്ലേ, അത് നടക്കൂല. പക്ഷെ ലാലേട്ടനും ബിഗ് ബോസും ആഗ്രഹിക്കുന്ന ഒരു റിലേഷൻ അവിടെയുണ്ട്, ഒരു ലവ് സ്ട്രാറ്റജി. അതാരാണെന്നറിയാം? ശ്രീതുവും അർജുനും തമ്മിലാണ്. അതുകൊണ്ടാണ് അവർക്കൊരു സോങ് ഒക്കെ കൊടുത്ത് ഒന്ന് ആടു, ഒന്ന് കൂത്താടു എന്നൊക്കെ പറയുന്നത്. നല്ല സ്ട്രോങ് വൈൽഡ് കാർഡ് എൻട്രി വരണം, എന്നാൽ അടിപൊളിയാവും. ഞാൻ തയ്യാറാണെന്ന് പറയില്ല, ഐ എം സ്ട്രോങ്, എന്നെ കൊണ്ടുപോകാൻ പറ. ബിഗ് ബോസ് എനിക്ക് കാശൊന്നും വേണ്ട, ഫ്രീ. സത്യം, അവിടെ ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റും കൂടെ ഞാൻ അങ്ങോട്ട് തരാൻ തയ്യാറാണ്. മേക്ക് മീ ആസ് എ വൈൽഡ് കാർഡ് എൻട്രി. ഞാൻ പോകാം, ഞാൻ തയ്യാറാണ്. ചേച്ചി ഒരു വീഡിയോയിൽ അവരുടെ അയൽവാസി ചേച്ചി പറയുന്നുണ്ട് ബ്ലോക്ക് വന്നു, ഇപ്പോഴല്ല കുറേ നാൾ മുൻപ്, ഇപ്പോഴല്ല എന്ന്. ലച്ചൂസ് ഇപ്പോഴത്തെ അയാളുടെ ഇന്റർവ്യൂ എടുത്ത് നോക്കിയാൽ അയാൾ ആദ്യം പറയുന്നുണ്ട് അയാൾക്ക് ബ്ലോക്കും തേങ്ങയൊന്നും വന്നിട്ടില്ല. ചുമ്മാ കള്ളാണെന്നേ. വയ്യാത്ത ഒരു തന്തയുണ്ടെന്ന് ഇതൊന്നും അല്ല, അവർ ഇൻഫോർമേഷൻ കൊടുത്തു. എന്ത് നിങ്ങളൊക്കെ വിഡ്ഢികളാ? ഇത് ആരെയും പറ്റിക്കുന്നേ? അവളുടെ പേര് നന്നായിട്ട് എല്ലാവരും എടുത്തു വെച്ച് കളിക്കുന്നുണ്ട്. ഇനിയും കൂടുതൽ വിഷ്വൽസ് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി അവൾക്ക് അയച്ചു കൊടുത്താ. പക്ഷെ അവൾ ഞെട്ടിപ്പോയി കേട്ടപ്പം. ചേടാ, ഞാനൊരു നല്ല സ്ട്രാറ്റജി അല്ലേ കളിച്ചത്, അതിൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവം എങ്ങനെ വന്നു? ഹൗ കംസ്? ഷെഫീന മതി വൽക്കാരൻ, താങ്ക് യു. അപ്പോൾ ഹൗ കംസ്? അതാണ് അവൾ പകച്ച് പണ്ടാര അടങ്ങിപ്പോയത്. എന്തുമായിരിക്കും ഇതെന്തുവാ ഈ നടന്നേ എന്നുള്ള ടെൻഷനാണ്. അതാണ് വന്നിട്ട് കംപ്ലീറ്റ് മൊത്തം സ്ക്രിപ്റ്റാണ്. പക്ഷേ ആ സ്ക്രിപ്റ്റ് പൊളിച്ചു കൊടുത്തത് ജാസ്മിനാണ്. എന്നിട്ട് തന്ത ആശുപത്രി കിടക്കുമ്പോഴുള്ള ഡാൻസാണ്. തന്ത ആശുപത്രി കിടക്കുകയാണ് കേട്ടോ, സീരിയസ് ആണ്, നാളെ ചാകും. ഒന്നും പറയാനില്ല. റമദാ മാസം മേത്തച്ചി കോഡ് പാസ് ചെയ്തു. താങ്ക് യു. ഗബ്രി ആൻഡ് ജാസ്മിൻ ഫേക്ക് ലവ് അല്ല, ചെറുക്കൻ സീരിയസ് ആണ്. വിരോധം അല്ലെങ്കിൽ ഒരു ഹായ് തരുമോ? ഇച്ചിരി വിരോധമൊക്കെ ഉണ്ട്, എന്നാലും പോട്ടെ എന്നെ കുട്ടി ഹായ്. ഈ ചെറുക്കൻ സീരിയസ് ആണ്, ചെറുക്കനിക്ക് കുറച്ച് സീരിയസ് ആണ്, അത് പ്രശ്നമാണ്. ഇതെന്താണെന്നറിയാമോ? ഈ ഒത്തിരി ആമ്പിള്ളേരായിട്ട് തേക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു സംഭവം, വല്ല മുട്ടയ്ക്കകത്ത് ആസിഡ് എറിഞ്ഞ് ഈ പിള്ളേർ എറിഞ്ഞാൽ കഴുത്ത് കണ്ടിച്ച് കൊന്നു കളഞ്ഞാലും നമുക്ക് കുറ്റപ്പെടുത്താനാകത്തില്ല. ഈ കളി അങ്ങ് ഭയങ്കരമായിട്ട് വൈറലാകുകയും അത് വാപ്പാക്കും മോക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ്. എത്ര എണ്ണത്തിന് എങ്ങനെ ആയി? പെട്രോൾ ഒഴിച്ച് കൊന്നു കളയുന്നു, വീട്ടിൽ കയറി കഴുത്തെടുത്ത് കളയുന്നു. ഇതൊക്കെയാണ് നമ്മൾ വിലക്കുന്നത്. ഒരു ജെനുവിനിറ്റി വേണ്ടേ? പണം മതി, എങ്ങനെ വേണമെങ്കിലും കുറച്ച് പണം മതി. പണം ഏത് വഴിക്ക് ഉണ്ടാക്കുന്നത്? 10 രൂപ മക്കളുടെ ബാങ്കിൽ കൂടെ അധികം പോയാൽ ആണായാലും പെണ്ണായാലും പേരൻസ് ശ്രദ്ധിക്കണം. എവിടെ നിന്നാണ് ക്യാഷ്, എങ്ങനെ അത് ഉണ്ടാക്കി, അത് നമ്മൾ അന്വേഷിക്കുക. അതിനൊക്കെയാണ് ഈ പേരൻസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും മൃഗങ്ങൾ കൊച്ചുങ്ങളെ ഉണ്ടാക്കി കളയുന്നതൊക്കെ കളഞ്ഞാൽ പോരായോ? ഇന്റർവ്യൂ എല്ലാം പഠിപ്പിച്ചു കൊടുത്ത് പറയിപ്പിക്കുകയാണ്. എന്നിട്ടൊന്നും സക്സസ് ആയിട്ടില്ലല്ലോ സനിൽ ജിയപ്പം. എന്നിട്ട് സക്സസ് ആയോ? വല്ല സക്സസ്സും ഉണ്ടായോ? അവളിപ്പോൾ അത് ഫ്ലോപ്പ് ആക്കിയില്ലേ ചേച്ചി? അപ്പോൾ ജാസ്മിൻ്റെ ഉപ്പയും കള്ളം പറയുമ്പോൾ മത്തം കുത്തിയാ കുമ്പളം മുളയ്ക്കുക. അത് മത്തൻ്റെ കുത്തലല്ലേ, ഈ കുമ്പളമാണ് അത്. ഇത് മത്തം തന്നെയാണ്. മത്തനും കൂടി ഇരുന്ന് കള്ളം പറയണ എനിക്ക് മനസ്സിലാവുന്നില്ലേ? വിവി പോയി പറഞ്ഞു കൊടുക്കുന്നു, അയാൾക്ക് ഓർമ്മയില്ലാത്ത കാര്യം വേണ്ടി റിമൈൻഡ് ചെയ്തു. നിങ്ങൾ ആ ഇന്റർവ്യൂ ഒന്ന് കണ്ടു നോക്കൂ. വിവി എന്ന് പറയുന്ന കപീഷിന് ഒരു വ്യൂ കൊടുക്കൂ, കുഴപ്പമില്ല. പക്ഷെ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ, നിങ്ങൾക്ക് അതിനകത്ത് മനസ്സിലാക്കും. വിവിയുടെ ഉദ്ദേശ ലക്ഷ്യം തനിക്ക് കുറച്ച് വ്യൂ കിട്ടുക എന്നുള്ളതാണ്. കൂടെ ഒരു ശബ്ദവും അവർ അടുത്ത് നിൽക്കുന്ന ആളാണെന്നുള്ളത്. കൂട്ടുകാരൻ പോയി ഇതെടുക്കുകയാണ്. പക്ഷേ വിവി ഊക്കാണ് കൊടുത്തതെന്ന് ആ ഇന്റർവ്യൂ കണ്ടാൽ തന്നെ മനസ്സിലാകും. പിന്നെ പുറത്തേക്ക് വന്ന് ജമാഅത്ത് കൂടെ ഉണ്ടെന്ന് കാണിക്കാനാണ് പള്ളിയിൽ വന്ന് ഈ കഞ്ഞി വാങ്ങിച്ചത്. അതിൽ ഫുള്ള് ഫ്ലോപ്പ്. അതുവരെയും പിന്നെ അയാൾ വീട്ടിലല്ലേ ഇരുന്നതെന്ന് നമ്മൾ വിശ്വസിക്കും. ഇത് നടന്ന് അവിടെ ബ്ലോക്കുള്ള ഒരുത്തനാണ്. അയ്യോ എന്തുവാ, അസുഖം കൊണ്ട് സീരിയസ് ആയിട്ട് ICU കിടക്കുന്ന തന്തയാണ് പിന്നെ കഞ്ഞി വാങ്ങിച്ചുകൊണ്ട് വരുന്നത്. കഞ്ഞികളെ പറ്റി എന്തോ പറയാനാ? നിങ്ങൾക്ക് ചിലതൊന്നും ജോലി ഒന്നും ഇല്ലേ? ഇങ്ങനെ കുറേ പറഞ്ഞ് സമ്പാദിക്കാൻ പാവം കിട്ടും. കിട്ടിയ പാവം ഞാൻ എടുത്ത് കാലിൻ്റെ ഇടയിൽ വെച്ചോളാം. ഞാൻ അതവിടെ കേൾക്കട്ടെ, എനിക്ക് ജോലിയൊന്നുമില്ലെന്ന്. എനിക്കൊരു ജോലിയില്ല, നീ ഒരു ജോലി തരുമോ? അൽ മുബീനാനെ എന്തിനാടി? എന്തുവാ ഈ ഹർഷിത ഭയങ്കര തെറിയായിട്ട് ഇവിടെ കിടന്ന്. എന്തൊരു ഹർഷിത, ഇങ്ങനെയൊന്നും പറയരുത്. പാവം കുട്ടികളല്ല. ഇറച്ചിക്കറിയും
അരിപ്പത്തിരി ഉണ്ടാക്കി ഉപ്പ് നോക്കാതെ ഇരിക്കൂ. നീ എന്തിനാ ഇത് കേൾക്കാൻ വരുന്നേ? പാവം നുഞ്ചി. ഇത് അവർക്ക് നോട്ടിഫിക്കേഷൻ പോകുന്നോണ്ട് വരുന്ന, വന്ന് കണ്ട് അസൂയ പെരുത്ത് പ്രാന്തായി മുക്കിപ്പൊക്കിയിട്ട് അങ്ങ് തിരിച്ചു പോയിക്കോളും. പിന്നെ അടുത്ത നമ്മുടെ ക്യാപ്റ്റൻസിയിലേക്ക് വന്നിരിക്കുന്നത് സിജോയാണ്. പാലും വെള്ളത്തിലാണ്. ഇനി പല അഹങ്കാരങ്ങളും നിങ്ങൾക്ക് കാണാം. പക്ഷെ അഹങ്കാരത്തിന് ഒരു അടി ലവൻ കൊടുത്തിട്ടുണ്ട്. ഇനി ആ മുഖവും വെച്ച് അവിടെ നിൽക്കണം എന്നുള്ളതാണ്. അത് മാത്രമല്ല, കൊടുത്ത അടി ഈ 17-16 പേരല്ലല്ലോ കണ്ടത്, മൊത്തം കണ്ടില്ലേ. ഇനി വന്നിരുന്നോണ്ട് യൂട്യൂബിലിരുന്ന് കണ്ട്, നിങ്ങൾ കണ്ടോ ഒരുത്തിക്ക് 2 ഭർത്താവ്, 51 വയസ്സുകാരൻ 12 വയസ്സുകാരിയെ ഡാഷ് ചെയ്തു, അവൻ ഇവളെ പിടിച്ചു, അവൾ അവനെ പിടിച്ചു, അവനും അവളും അവിഹിതമാണോ? ഈ സ്ത്രീ നാടിനാപത്ത്, ഈ സ്ത്രീയെ കാട് കടത്തണം, ഈ സ്ത്രീ പ്രശ്നക്കാരിയാണ്. ആ അടി എൻ്റെ വകയാടാ സിജോ. കിട്ടിയ റോക്കിക്ക് അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നു. ഐ എം വെരി താങ്ക്ഫുൾ ഫോർ ദാറ്റ്. അയാളെ പുറത്താക്കാതിരിക്കണേ എന്ന് എൻ്റെ പ്രാർത്ഥനയുണ്ടായിരിക്കും. സിജോ നീ പുറത്തു പോവും, പക്ഷേ മറ്റവൻ പുറത്തു പോകരുത്. നിനക്കൊരടി, അതെൻ്റെ വക. ഒരടിയും കൂടെ അവനക്ക് ഇവിടെ കൊടുക്കാനുണ്ട്, അത് ജാസ്മിനാണ്. ഒരടിയും കൂടെ റോക്കി കൊടുത്തിട്ട് ഇറങ്ങുകയാണെങ്കിൽ സന്തോഷമായി രമണ, സന്തോഷം. അല്ലാച്ചാൽ ഈ വൈൽഡ് കാർഡ് എൻട്രി എന്നൊരു സാധനത്തിൽ എന്നെ അതിനകത്തൊന്ന് കയറ്റുമോ ബിഗ് ബോസ്? ഒരടിയുടെ കുറവ് ആ DWD മോൾക്ക് ഉണ്ട്. അതൊന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അവൾ കൂട്ടുകൂടിയത് നമ്മുടെ റച്ചീന പെണ്ണിൻ്റെ കൂടെയാണ്. ഇച്ചിരി കൂടെ മേൽപോട്ട് പോയിട്ട് നമ്മുടെ ക്യാരറ്റിൻ്റെ കൂടെ കൂട്ടുകൂടിയിരുന്നെങ്കിൽ ഈ പ്രശ്നം വരത്തില്ലായിരുന്നു. മനസ്സിലാക്കിക്കൊള്ളുക. അവിടെ പല കോപ്രായങ്ങളും കാണുന്നുണ്ട്. വാഴയുടെ മൂട്ടിയിരുന്നുണ്ട് ആമ്പിള്ളേർ പറയുന്നുണ്ട്, പെണ്ണുങ്ങൾക്ക് പ്രത്യേകിച്ച് മാർഗമൊന്നും കൊടുത്തിട്ടില്ലല്ലോ. അപ്പം പിന്നെ ഇങ്ങനെ ക്യാമറയുള്ളവരിടത്ത് പെണ്ണുങ്ങൾ വേറെന്തൊരു ചെയ്യാം? ഇതൊക്കെയല്ലേ പറ്റുള്ളൂ. എന്തായാലും ഇജാതി എന്തുവാ മോളെ, ബദാം പരിപ്പൊക്കെ അധികം വാരി തിന്നുമായിരുന്നോ? ചെന്നപ്പം മൊത്തം കൺട്രോൾ അങ്ങ് പോയെന്ന് തോന്നുന്നു കൊച്ചിന്. കേട്ട 23 വയസ്സ്, എനിക്ക് കല്യാണം കഴിക്കണം, എനിക്ക് കല്യാണം. മോക്ക് കല്യാണം കഴിക്കണമെന്ന് പറയുമ്പോൾ വാപ്പ പറയണത് പോയി കുറച്ചുകൂടെ സമ്പാദിച്ചുകൊണ്ട് പോകാന്നാണ്. എഞ്ചരി വാപ്പായാ, എഞ്ചരി മോള. നീ 29 വയസ്സ് 30, 40 മൂക്കി പല്ലുന്നാൾ നിന്റെ തത്ത കെട്ടിക്കൂലടി. എന്താണെന്നറിയാമോ? അങ്ങേർക്ക് പണം വേണം. വി നീഡ് പണം, അത്രയേ ഉള്ളൂ. ഡാപ്പു നീ പോയി പപ്പ എന്തിനു? എന്താ ഇവിടെ സംഭവം? അതിന് ഞാനും എന്തു സുമയ്യ സജീവായിരുന്നു ചിരിക്കുന്നത്. ഡിയ ആൻറ്റിക്ക് സുഖമല്ലേ? എന്തേ? അയ്യോ അപ്പു, അയ്യോ അമ്മ, ഇതൊക്കെ എന്തുവാ? കേട്ടു നോക്കൂ സഞ്ജു. കറക്റ്റ്. ഇന്ന് 2-1 പറഞ്ഞോണ്ടിരിക്കുകയാണ് ഹർഷിത. നീ നിന്ന് എന്ത് വേണം? നിനക്ക് എന്താണ്? നീ ഇന്ന് ചോറും കറിയൊന്നും വെക്കുന്നില്ല? എവിടെ ഇരുന്ന് കറങ്ങാ? ഇപ്പോൾ ചോറും കറിയും വെക്ക്. പിള്ളേരെ വഴക്കുറയാതെ അമ്മമാരവിടെ വന്നിരുന്ന് കാക്ക തൂറി വെക്കട്ടെ. അമ്മമാർക്ക് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടല്ലേ വന്നിരുന്ന് കാക്ക തൂറുന്നത്, അല്ലയോടാ? അയ്യോ, ഞാനിന്ന് ഒരു ലൈവ് പ്രോഗ്രാം കാണാൻ പോയി. അതിൻ്റെ താഴെ ഷമീമ എന്ന് പറഞ്ഞിട്ട് ഒരുത്തി വന്ന് കമൻറ്റ് ഇടുകയാണ്. ജാസ്മിനെ തല്ലിയില്ലേ, ജാസ്മിനെ വഴക്കു പറഞ്ഞില്ലേ, അതുകൊണ്ടാണ് റോക്കിക്ക് പുറത്തേക്ക് പോകേണ്ടി വരുന്നത്. അതേപോലെ സിജോയും ജാസ്മിനെ ശത്രുവാക്കിയില്ലേ, അതുകൊണ്ടാണ് കർമ്മ കൊടുത്തതാണെന്ന്. ആണോ? കുറച്ച് പാലൊഴിച്ച് ഗബ്രിയേൽ കൊടുക്കാൻ പറഞ്ഞാൽ അത് അവൻ കൊടുത്തോളൂ. എൻ്റെ സ്ത്രീത്വം ഉണർന്നു. കുഴപ്പം തന്നെ, കർച്ചിതയുടെ സ്ത്രീത്വമാണെന്ന്. അരിയെണ്ണം കരയുന്നു, കണ്ടില്ലേ ഇത്ത? എന്തിന് എന്തോക്കളെ, എന്താടാ രഹസ്യം? നിന്നെ ആര് തല്ലി? നീ എൻ്റെ അടുത്ത് പറ. എൻ്റെ തെറിത്താത്ത ഇവിടെ ഇരിക്കുകയല്ലേ. പബ്ലിക് ബെസ്റ്റ് തനൂജ എഫക്റ്റഡ് ബൈ പബ്ലിക് ബെസ്റ്റ്. അല്ലടാ, നീയല്ലായിരുന്നോ ഇവക്ക് ഏറ്റവും വലിയ കൂട്ടുകാരി? ജാസ്മിൻ്റെ കൂട്ടുകാരൻ ഇതല്ലായിരുന്ന? പിന്നെ നമ്മുടെ ഡൂഡും ഇവനും പോലെ ആയിരുന്നല്ല ജാസ്മിനും അവനും. ഇപ്പോൾ ഡൂഡും പാട്ടയും വേറെ തെറ്റി, അവനും പാട്ടയും വേറെ തെറ്റി. അയ്യോ, പാട്ട ബക്കറ്റിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വേണം കേൾക്കാനായിട്ട്. ബിഗ് ബോസ് സീസൺ 6 കം ടു ദ പോയിന്റ്. ഡിസ്കഷൻ തുടങ്ങി. ശരിക്കും ബിഗ് ബോസ് എന്നാൽ ഡൂഡ്. കറക്റ്റ്. ഇതല്ല ഡൂഡ് പറഞ്ഞ അത്. പക്ഷെ എനിക്ക് അതിനകത്തൊരു അഭിപ്രായമുണ്ട്. പാട്ട ബക്കറ്റ് പറഞ്ഞതിൽ ഒരു അഭിപ്രായം എനിക്കുണ്ട്. കാരണം കൂട്ടുകാരന് വേണ്ടി കൂട്ടുകാരൻ പോയി ഒരു ഇന്റർവ്യൂ നടത്തുന്നത് വളരെ നല്ലതാണ്. പാട്ട ബക്കറ്റ് ഇനി ഫ്യൂച്ചറിൽ ആ പിക്ക ബോസിലേക്ക് പോകുമ്പോൾ ആ ഡൂഡ് ബക്കറ്റ് പുറത്തു നിന്ന് പാട്ട ബക്കറ്റിന് വേണ്ടി പാട്ട ബക്കറ്റിന്റെ മമ്മിയും ഡാഡിയെയും ഇന്റർവ്യൂ ചെയ്യുമെന്നാണ് പറയുന്നത്. പാട്ട ബക്കറ്റ് ഇപ്പം ആരാന്നറിയാം? ടെറിഫിക്ക. ഇനി അവരും കൂടെ ഇരുന്നിട്ടായിരിക്കും ഈ വെളുപ്പീരൊക്കെ നടക്കാൻ പോണത്. ഈ ജാസ്മിനെ വെളുപ്പിക്കാൻ 3 പേരും കൂടെ ഇരുന്നല്ലേ പറഞ്ഞത്. മാപ്പിള, പെണ്ടാട്ടി, ഡൂഡ്. ചേച്ചി ജാസ്മിൻ്റെ വീഡിയോയിൽ അവരുടെ സംസാരം കേട്ടപ്പോൾ അവരാണ് റൈറ്റ്, മറ്റുള്ളവർ റോങ് എന്ന് കരുതി. അപ്പോഴാണ് അവളുടെ തനി നിറം മനസ്സിലായത്. ഇപ്പോഴും അവൾ അതിനകത്തല്ലേ ഉറച്ചു നിൽക്കുന്ന. കൃഷ്ണയ്ക്ക് വേറെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഇപ്പോഴും അവർക്ക് അത് തന്നെയല്ലേ തോന്നുന്നത്.
അവരെ ബിഗ് ബോസ് പുറത്തേക്ക് വിളിക്കുന്നു. അപ്പനൊന്നും സംസാരിച്ചില്ല. ഒന്ന് അയാൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ തെറി വിളിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷ. ഒരിക്കലും ഇല്ല. അയാൾ തെറിയും വിളിക്കത്തില്ല. അയാൾ ഒരു രീതിയിൽ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. ബിഗ് ബോസ് ആണ് അവളെ വിലക്കിയിട്ടുള്ളത്. അങ്ങനെ ഒരു വോയിസ് കോളോ വീഡിയോ കോളോ അല്ലെങ്കിൽ ഓഡിയോ കോളോ അവിടെ വന്നിട്ടില്ല. അവളുടെ കാര്യം അവൾക്ക് മനസ്സിലാക്കി കൊടുത്തത് ബിഗ് ബോസ് തന്നെയാണ്. എന്നിട്ട് അതേ ഇൻഫർമേഷൻ തന്തയ്ക്ക് കൊടുത്തു. തന്തയ്ക്ക് അതിനകത്ത് ഒരു പ്രശ്നവും ഇല്ല എന്ന് പറയുന്നിടത്ത് തന്തയാണ് അതിന്റെ മെയിൻ ആള്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അവളുടെ തെറ്റ് അവൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് അകത്തേക്ക് വിട്ടിട്ട് വീണ്ടും വരുന്നുകൊണ്ട് ഡ്രാമ കാണിക്കുകയും ഇതിനൊക്കെ കാരണക്കാർ അവിടെ ഉള്ളവരാണെന്ന് പറയുകയും ചെയ്യുന്നു. ക്യാമറ ഫോക്കസ് ചെയ്യുന്ന അവിടെ ഉള്ളവരെ അല്ല. ഈ കഴിഞ്ഞ 2 ആഴ്ചയും ഏറ്റവും കൂടുതൽ ക്യാമറ ഫോക്കസ് ചെയ്തിട്ടുള്ളത് ഇവരെയാണ്. നമ്മൾ കാണാനിരിക്കുന്നത് ജാസ്മിനെയും ഗബ്രിയെയും മാത്രമാണോ? നമുക്ക് ബാക്കിയുള്ള കണ്ടസ്റ്റന്റ് എന്താണെന്ന് അറിയണ്ടേ? മറ്റുള്ളവരുടെ കളിയോ മറ്റുള്ളവരുടെ സംസാരമോ നമുക്ക് കിട്ടുന്നില്ല. വളരെ റെയറാണ്. മെജോറിറ്റി അവർ കൊണ്ടുപോവുകയാണ്. അപ്പൊ അതിനകത്ത് കംപ്ലൈന്റ് വരത്തില്ലേ? ആ കംപ്ലൈന്റ് കൊണ്ടാണ് ബിഗ് ബോസ് അവരെടുത്ത ഇൻഫർമേഷൻ കൊടുത്തത്. അത് റിസ്കിലാണ് കൊടുത്തത്. കാരണം ഈ ഒരു ഷോയുടെ ജെന്യൂനിറ്റി പോലും നഷ്ടപ്പെടുന്ന രീതിയിലാണ് പുറത്തേക്ക് ഇത് ഇറങ്ങിയിട്ടുള്ളത്. അപ്പൊ ആ റിസ്കിൽ അവരതെടുത്ത് കൊടുക്കുമ്പോൾ അതിനൊരു ഇത് കീപ്പ് ചെയ്യേണ്ട. അതിന് പകരം നിങ്ങളുടെ ഓവർ ഡ്രാമ സഹിക്കാമെന്ന് രണ്ടിനെയും പിടിച്ച് പുറത്താക്കിയിരുന്നെങ്കിൽ സോൾവ്. ബിഗ് ബോസ് ആഗ്രഹിക്കുന്ന രീതിയിൽ മറ്റൊരു പ്രേമം അവിടെ ഡെവലപ്പ് ആവുന്നുണ്ട് ഓൾറെഡി. ഒന്നുകിൽ അത് ശ്രീരേഖയും അർജുനുമായിട്ടായിരിക്കും, അല്ലെങ്കിൽ ശ്രീധുവും അർജുനുമായിട്ടായിരിക്കും. ഈ പ്രേമം അവിടെ ഡെവലപ്പ് ആവുന്നുണ്ട്. നിങ്ങൾ അവരെ ഒന്ന് ഫോക്കസ് ചെയ്യൂ. അത് ഡെവലപ്പായി വരട്ടെ. ജാസ്മിനെ പുറത്താക്കി കഴിഞ്ഞാൽ ഈ പറയുന്ന റംസീന ആ പെണ്ണും ഗബ്രിയുമായിട്ട് വീണ്ടും പ്രണയം തുടങ്ങും. അത് മാർക്കാണ്. അവിടെ അതിനുള്ള സ്ട്രാറ്റജി ഉണ്ട്, അതിനുള്ളൊരു അവസരമുണ്ട്. ഇത് ചെന്ന് കയറി ഉടനെ രതീഷിനെ പോലെ വെപ്രാളപ്പെട്ട ഒരു കഥ ഉണ്ടാക്കിയെടുത്ത് ഒരു വലിയ സംഭവമാക്കി എടുക്കുകയാണ് ജാസ്മിൻ ചെയ്തത്. ജാസ്മിനും പിന്നെ രതീഷിനും പെട്ടെന്ന് കപ്പ് കിട്ടണം. അവർ വിചാരിക്കുന്ന 30 ദിവസം 90 ദിവസം ഒന്നും ഇത് പോകത്തില്ല, 10 ദിവസം കൊണ്ട് ഷോ അവസാനിപ്പിച്ച് കപ്പ് അവർക്ക് അങ്ങ് കൊടുക്കുന്ന അതിന്റെ വെപ്രാളമാണ് അവിടെ കാണിക്കുന്നത്. ചേച്ചി അമ്മയുടെ ലൈവ് വീഡിയോയിൽ നെഗറ്റീവ് പറയുന്നതിന് അവർക്ക് മറുപടി കൊടുക്കുന്ന അടിപൊളി. പറയണം ചേച്ചിയമ്മേ, നിങ്ങൾ സ്റ്റാറാണോ? ഉണ്ണി ആർച്ചയുടെ ആംഗളമാർ ഇപ്പോൾ അവളെ ഇട്ടുകൊടുത്തു. ഇൻകം ഉണ്ടാക്കുന്നു. എന്തെല്ലാം അറപ്പുള്ള തമ്പനയിൽ. ഇപ്പോൾ ഷെഫീനക്കെതിർ അവന്മാർക്കൊന്നു ഷെഫീനക്കെതിർ ആവുന്നവർക്ക് സ്ത്രീത്വം ബ്രദർഹുഡ് ഒന്നും പൊങ്ങുന്നില്ല. അല്ല അന്ന് നമുക്കെതിരെയായിരുന്നല്ലോ ജാസ്മിന്റെ വിഷയം ഞാൻ പറഞ്ഞപ്പോൾ. ശരിയാണ്, അതൊരു വലിയ ഒരു നല്ല കാര്യമാണ് ഹർഷിത പറഞ്ഞത്. അന്ന് നമ്മളിത് പറയുമ്പോൾ ഈ കാക്കമാര് അവളുടെ ഭാഷയിൽ കാക്കമാര്, കറുത്ത കാക്കയും വെളുത്ത കാക്കയും വെള്ളക്കാക്കയും മഞ്ഞക്കാക്കയും കൂളിംഗ് ഗ്ലാസ് കാക്കയൊക്കെ ഇരുന്നുകൊണ്ട് ഷെഫീനായെ അങ്ങ് ഒതുക്കണം. ഈ ഭൂമുഖത്ത് തന്നെ അവളെ ഇല്ലാതാക്കണം. യൂട്യൂബിൽ നിന്ന് തന്നെ ഷെഫീനായെ ഇല്ലാതാക്കണം. ബിക്കോസ് 23 വയസ്സ് പ്രായമുള്ള ഒരു പിഞ്ചു പൈതലിനെ പറ്റി പടുമോശമായിട്ട് പറഞ്ഞു എന്ന്. പിഞ്ചു പൈതലിന്റെ കാമകേളി പിഞ്ചു പൈതൽ തന്നെ പുറത്തു കൊണ്ടുവന്നപ്പോൾ ഷെഫീനാക്ക് പ്രശ്നം തീർന്നു എന്നുള്ളതാണ് വസ്തുത. ഹായ് സൺ ഓഫ് നോനു, നിങ്ങളുടെ ഇന്നലത്തെ സ്റ്റേറ്റ്മെന്റ് ഞാൻ കണ്ടു. സോറി, ഈ ഔട്ട് ഓഫ് സബ്ജക്റ്റിൽ നിന്നൊരു കാര്യം പറയുകയാണ്. ഇത് ബിഗ് ബോസുമായിട്ട് യാതൊരു ബന്ധമില്ല, ഔട്ട് ഓഫ് സബ്ജക്റ്റാണ്. ഇപ്പോൾ ഇവള് വെറും ഫ്രോഡ് അതാണ് സംഗതി. ജാമിതയുടെ വിഷയത്തിന് നിങ്ങൾ ഇന്നലെ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് തന്നെ നാണക്കേടായിട്ട് തോന്നുന്നില്ലേ സൺ ഓഫ് നോനു? ഒന്നുകൂടെ ഇരുന്ന് ആലോചിക്കുക. അവർക്ക് മതവിമർശനം നടത്താനുള്ള എല്ലാ അധികാരവുമുണ്ട്. എനിക്ക് ഇന്നലെ 2 കമന്റ് വന്നു, നിങ്ങൾ ശ്രദ്ധിച്ചോ? ഒരെണ്ണം നബിയെ പറ്റി ഞാൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റിനെ കുത്തിക്കൊണ്ടൊരു കമന്റ്. തൊട്ട് താഴെ അവന് സഹിക്കാൻ വയ്യാതെ ഖിലാഫത്തിനെ പറ്റി ഞാൻ പറഞ്ഞൊരു കാര്യം തൊട്ട് താഴെ. അതിൽ നിന്ന് വ്യക്തമല്ലേ ആ കമന്റ് ഇട്ടത് ആരാണ് എന്നുള്ളത്? സംഘികൾക്ക് സഹിക്കാൻ വയ്യ. അപ്പോൾ ഞാനും അതേ ലെവലിലേക്ക് എത്താൻ വേണ്ടിയുള്ളൊരു തീവ്ര ശ്രമമാണ് ആ ഒരു കമന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സംഘികളാണ് ജാമിതയെ ആ ലെവലിൽ കൊണ്ടെത്തിച്ചതെന്ന് മനസ്സിലാക്കുക. ജെന്യുവിനായി നിന്ന് അവൾ സംസാരിച്ചാൽ അക്സെപ്റ്റൻസ് ഉണ്ടാകും. ഞാൻ അക്സെപ്റ്റ് ചെയ്ത ആളാണ്. പക്ഷേ ജെന്യുവിനിറ്റി ഇല്ല, സംഗീസം പറയുന്നത് കൊണ്ടാണ് ഞാൻ മാറ്റി നിർത്തിയത്. അതിൽ നിന്ന് മനസ്സിലായി. പിന്നെ ആരോ പേയ്മെന്റിന്റെ കാര്യം വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. പേയ്മെന്റ് കൊടുത്തതിന്റെ തെളിവ് ഉൾപ്പെടെ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടതാണ്. ഇറ്റ്സ് സോ അൺഫോർച്യൂണേറ്റ് ചാനൽ ഇല്ലാണ്ട് പോയി. ഇനി അത് ഞാൻ അപ്ലോഡ് ചെയ്യാം, അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാം ഒന്നും ഇല്ലെങ്കിലും കുറച്ചൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ അതിന്റെ ഡീറ്റെയിലിംഗ് വിശേഷം ഉൾപ്പെടെ ഒരു വാട്സപ്പും ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല. എവറിത്തിങ് എൻ്റെ കയ്യിൽ ഭദ്രമാണ്. എവിടെയാണെന്ന് അറിയാമോ? ഫേസ്ബുക്കിലുണ്ട്. ഷെഫീന ബീബി വ്ളോഗ് എന്ന് പറയുന്നത് എൻ്റെ ഫേസ്ബുക്കിൽ ഞാൻ ഇതൊക്കെ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കൃത്യമായി പേയ്മെന്റ് എങ്ങനെ വന്നു എന്നും പേയ്മെന്റ് എങ്ങനെ തിരിച്ചു കൊടുത്തു എന്നും. നമ്മൾ ഒരാളോട് കടം ചോദിച്ചാൽ പൈസ തരണം. നമ്മൾ കടം ചോദിച്ചിട്ടില്ല, ഒരു രീതിയിലുള്ള റിക്വസ്റ്റ് നടത്തിയിട്ടില്ല. ഇങ്ങോട്ടൊരു 10,000 ഇട്ടിട്ട് എൻ്റെ വീഡിയോസ് എടുത്തുകൊണ്ട് പോയി അവളുടെ ഇതിനകത്ത് വെച്ചു. എനിക്കറിയാം ഒരു വീഡിയോ
പബ്ലിഷ് ചെയ്താൽ അതിന് 300K മേളിൽ പോയാൽ എത്ര രൂപ കിട്ടുമെന്ന്. എൻ്റെ ഒരു വീഡിയോ ഈ അസ്ലാം ആളി എടുത്തിട്ടിരുന്നു, എന്നെ പറ്റി മോശം പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഇട്ടിരുന്നു. 400K മേളിൽ പോയിരുന്നു. അസ്ലാം ആളിക്ക് അതിന് കിട്ടിയ റവന്യൂ 35,000 രൂപയാണ്. അസ്ലാം ആളി എൻ്റെ അടുത്ത് അത് പറഞ്ഞതാണ്. അതിൻ്റെ റെക്കോർഡ് എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ 7ഓളം വീഡിയോ എടുത്തുകൊണ്ട് പോയി. ഓരോ വീഡിയോയും ജാമിലയ്ക്ക് 1Kയും 2Kയും കിട്ടിക്കൊണ്ടിരുന്ന സമയത്ത് എൻ്റെ വീഡിയോയ്ക്ക് അവർക്ക് കിട്ടിയത് 200-300K വ്യൂ ആണ്. ഓർത്തോണം, 200-300K വ്യൂ എൻ്റെ വീഡിയോയ്ക്ക് അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഹൗ മച്ച് മണി ഷീ ഏൺഡ് ഫ്രം മൈ വീഡിയോ. അപ്പോൾ എനിക്ക് ഡിസേർവ് ആയ ഒരു എമൗണ്ട് എന്നുള്ള രീതിയിൽ അവളൊരു 10,000 രൂപ ഇട്ട് തന്നു. എൻ്റെ പട്ടിക്ക് നിന്റെ പണം വേണ്ട, സംഘികളുടെ കാശോ സംഘിസമോ ഷെഫീന പറയില്ലെന്ന് പറഞ്ഞ പണം ഞാൻ തിരിച്ചിട്ട് കൊടുത്ത്. പിന്നെ ആ കൊണയടി കൊണ്ടൊന്ന് താഴെ എഴുതിയിട്ട ഷെഫീനായ ഒരുമാതിരി ആക്കാന്ന് വിചാരിക്കരുത് കേട്ടോ. തിരിച്ച് അതേ ഊക്ക് ഞാൻ തിരിച്ചങ്ങോട്ട് തരും. മനസ്സിലായോ? എൻ്റെ കാര്യമോ എൻ്റെ ലൈഫ് ഹിസ്റ്ററിയോ ഒന്നും ജാമിദയുടെ ലൈഫ് ഹിസ്റ്ററിയുമായിട്ട് ടാലി പോലും ആകത്തില്ല. ഞാൻ എൻ്റെ ചെറുപ്പകാലത്തിലോ എൻ്റെ യൗവനത്തിലോ ഇനി എൻ്റെ വാർദ്ധക്യത്തിലോ ഒന്നും ഇസ്ലാമിനെ കൊണ്ട് ജീവിക്കുന്നവളല്ല. ഇസ്ലാം എന്ന ഒരു സാധനത്തിനെ കൊണ്ട് ജീവിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. പക്ഷേ ജനിച്ചപ്പോൾ തൊട്ട് ഇപ്പോൾ പോലും ഇസ്ലാമിനെ കൊണ്ട് ജീവിക്കുന്ന, ഇസ്ലാമിനെ വിറ്റ് തിന്നുന്ന ഒരു സ്ത്രീ എനിക്ക് 10,000 രൂപ തന്നു എന്ന് പറയുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ നാണക്കേടാണ്. ഇങ്ങോട്ട് തന്ന കാശ് അതിനേക്കാൾ സ്പീഡിൽ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുമുണ്ട്. വാങ്ങി നക്കിയിട്ടുണ്ടെങ്കിൽ അത് അവളാണ്. എൻ്റെ പണം തിരിച്ചു തരാൻ പറയുക. എൻ്റെ വീഡിയോസ്, എൻ്റെ ഓഡിയോസ്, എൻ്റെ ആശയങ്ങൾ, എൻ്റെ വീഡിയോ എടുത്ത് അവളുടെ ചാനലിൽ ഇട്ടിട്ട് അതിന് എത്ര 300K എബോവ് വ്യൂ പോയിട്ടുണ്ട്. ഒരു വീഡിയോയ്ക്ക് മിനിമം ഒരു 10,000 രൂപ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. 10,000 രൂപ വെച്ച് 7 വീഡിയോയ്ക്ക് എത്ര 70,000 രൂപയായിട്ടുണ്ടോ? ഇങ്ങോട്ട് എത്ര രൂപ തരാനുണ്ട്? ശരി, അവളുടെ ചാനലിൽ കൂടെ ഇട്ടപ്പോഴാണ് റീച്ച് എന്നുള്ളതിന് എനിക്കതിൽ അത്രയും എമൗണ്ടും വേണ്ട. എനിക്കതിൽ 10% മതി. 7,000 രൂപയെങ്കിലും അവൾ തരണോ? അങ്ങനെ പോലും ഞാൻ പൈസ ചോദിച്ചിട്ടില്ല. താല്പര്യമില്ല, അത് കൊണ്ടുപോയി തിന്നോട്ടെ. പക്ഷെ അവൾ എപ്പോ ഞാൻ മതം വിട്ട പെണ്ണെന്നും പറഞ്ഞിട്ടൊരു സാധനം എടുത്തിട്ടോ അന്ന് ഞാനത് ഖണ്ഡിച്ചു. നടക്കൂല, ഞാൻ മതം വിട്ട പെണ്ണല്ല, എൻ്റെ മതത്തിന് ഞാൻ എതിരല്ല എന്ന് കൃത്യമായി ഞാൻ അവിടെ പോയി പറയുകയും ചെയ്തിട്ടുണ്ട്. അവിടെ തീർന്നു പ്രശ്നം. ഷെഫീനായെ ഇകഴ്ത്താനും ഷെഫീനായെ ഒപ്പിക്കാനും വരരുതേ. ഷെഫീന വല്ലാണ്ട് വയലന്റ് ആകുമേ, ഷെഫീന വല്ലാത്ത വർത്തമാനം പറയുന്നോളുമാണ്. എന്തുകൊണ്ട് ഇതുപോലൊരു പോക്രത്തരം, ഇതുപോലെ ഒരേ വൃത്തികേടുകൾ ഷെഫീന പറഞ്ഞില്ല എന്നിടത്തുണ്ട് മതവിമർശനം എന്താണെന്ന് പൊതുസമൂഹത്തിന് കാണിച്ചു കൊടുക്കാൻ. മതത്തിലുള്ള പോരായ്മകൾ, പുഴുക്കുത്തുകൾ, അത് ഏത് മതം ചെയ്താലും ഷെഫീന പറയും. മറ്റു മതങ്ങളെ പറഞ്ഞാൽ ഷെഫീനക്ക് കേസ് പോലും വരാം. പക്ഷെ എന്തുകൊണ്ട് വരുന്നില്ല? ജെന്യുവിനായി കൃത്യമായി പോയിന്റ് വെച്ചാൽ സംസാരിക്കുന്നത്. ഖണ്ഡിക്കാൻ അപ്പുറത്തുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും, ചിന്തിക്കാൻ പോലും ബുദ്ധിമുട്ടുണ്ടാവുന്ന സാധനമാണ് പറയുന്നത്. ഒരു വക പറയാനുണ്ടാകത്തില്ല. ഒരു എക്സാമ്പിൾ പറയാം. ബാബറി മസ്ജിദ് പൊളിച്ചു, അവിടെ ഒരു രാമജന്മ ക്ഷേത്രം എന്ന് പറഞ്ഞൊരെണ്ണം കെട്ടി. അതിനകത്ത് ഇത്ര സ്തൂപങ്ങളിൽ ഒരു സ്തൂപം കൊണ്ടുവച്ചിരിക്കുന്നത് ഈ പറയുന്ന ബുദ്ധന്റെയാണ്. ബുദ്ധനും രാമനും ശത്രുക്കളായിരുന്നു. പക്ഷേ ബുദ്ധൻ പിന്നെ ഈ ഒരു അവതാരത്തിൽ ഒരു അവതാരം എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു സാധനം അവിടെ കൊണ്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതിനകത്തെ കളവാണ് ഞാൻ കൃത്യമായി പറഞ്ഞത്. ഖണ്ഡിക്കാൻ വരട്ടെ, ഞാൻ എക്സ്പ്ലനേഷൻ കൊടുക്കാം. അതാണ് വിമർശനം. അതിനെയാണ് ഇറ്റ് ഈസ് കോൾഡ് സോ കോൾഡ് വിമർശനം. അല്ലാതെ എന്തെങ്കിലും അങ്ങ് ഇരുന്ന് വിളിച്ചു പറയണതിന് വിമർശനം എന്നല്ല പറയുക. കൃത്യമായി ഞാൻ പറഞ്ഞിട്ടുണ്ട്. രാമന്റെ ഭാഷയിൽ ബുദ്ധനെ വഴക്ക് പറയുന്ന ഒരു സാധനം അവരുടെ തന്നെ ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അത് രാമൻ എന്ന് പറയുന്നത് ഈ പറയുന്ന വിഷ്ണുവിന്റെ ഒരു അവതാരം എന്ന് അവകാശപ്പെടുമ്പോൾ ഒരേ സമയം 2 അവതാരം വന്നു. അതിനകത്ത് തെറ്റിയില്ലേ, ഫ്ലോപ്പായില്ലേ? സോ ഹിസ്റ്ററി വെച്ചാണ് സംസാരിക്കുന്നത്. പിന്നെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ കാര്യമല്ല, ഞാൻ അതിനകത്ത് ഉറച്ചു നിൽക്കുന്നു. നാട്ടിൽ ശാഖ നടത്തുന്നവർ ഉൾപ്പെടെ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. താങ്കൾ പറയുന്ന കാര്യങ്ങളിൽ ഇരുവരുടെയും വീഡിയോയിലൂടെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന നമ്മൾ ഇപ്പോൾ ഒരു വിഷയം നമ്മൾ പറയുന്നുണ്ട്, ആ വിഷയത്തിൽ ഊന്നിന്നുണ്ട്. ഇപ്പം ഞാൻ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ കാര്യം പറഞ്ഞു. അതിനകത്ത് ക്വിറ്റ് ഇന്ത്യ വന്നത് ഓർമ്മയുണ്ടോ? ക്വിറ്റ് ഇന്ത്യ സമരം നിങ്ങൾക്ക് അറിയാമോ? എന്താണതെന്ന് അറിയാമോ? തുർക്കിക്ക് എഗൻസ്റ്റ് ആയിട്ട് നമ്മളെപ്പോലും അണിനിരത്തിക്കൊണ്ട്, ഈ മഹായുദ്ധത്തിൽ നമ്മളെപ്പോലും അണിനിരത്തിക്കൊണ്ട് അവരുടെ നേതാവാണ് തുർക്കി എന്ന് പറയുന്നത് ഇസ്ലാമിയരുടെ ഇതാണ്. അവർക്കെതിരെ നിലനിർത്തിയിരുന്നു, അവരെ കൊണ്ടുവന്ന് നിർത്തിയിരുന്നു. ആ ഇതിൽ തുർക്കി തോറ്റപ്പോഴത്തേക്കാണ് ഇവിടെയുള്ള ഇസ്ലാമിയർക്ക് മനസ്സിലായത് ഈ പ്രശ്നത്തിൽ നമ്മളെയും കൂടെ കൂട്ടിച്ചേർത്ത് ബ്രിട്ടൻ കാണിച്ച ഒരു വൃത്തികെട്ട നടപടിക്കെതിരെ ഈ പറയുന്ന രീതിയിൽ എതിർക്കണം എന്നുള്ളതുമാണ് ഈ ഖിലാഫത്ത് പ്രസ്ഥാനവും അതിൻ്റെ കൂടെ അനുബന്ധമായിട്ട് വന്ന ക്വിറ്റ് ഇന്ത്യയും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലിംഗ് ഒന്നും ഞാൻ പഠിച്ച് പറയത്തില്ല, എനിക്കിപ്പോൾ അത് ഓർമ്മയിൽ എടുത്തു കൊണ്ടുവരേണ്ടി വരും. പക്ഷേ ആ ഒരു സംഗതിക്ക് ശേഷമാണ് ഈ മൗലാന, പിന്നെ പുള്ളിയുടെ പേരും കറക്റ്റില്ല, ഞാൻ വേണമെങ്കിൽ വൈകിട്ടത്തേക്ക് റെഫർ ചെയ്തിട്ട് ഞാൻ കൃത്യമായ പേര് ഉൾപ്പെടെ പറഞ്ഞുതരാം. പുള്ളിക്കാരനും ഗാന്ധിജിയും
ഇവിടെ വന്ന് സംസാരിച്ച് കൃത്യമായി തീരുമാനമെടുത്ത് അദ്ദേഹത്തിനെ കൊണ്ട്, അതായത് അദ്ദേഹം പറഞ്ഞാലേ കേൾക്കൂ. റീസെന്റ് അദ്ദേഹം മരിച്ചത്. ഈ പിന്നെ ചെകന്നൂർ മൗലവിയുടെ മരണത്തിന് വേണ്ടി മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മരണത്തിനെ പിന്നെ അതിനെതിരെ പിന്നെ കേസെടുക്കാൻ, അതായത് നമ്മുടെ കാന്തപുരത്തിനെതിരെ കേസെടുക്കാൻ വേണ്ടിയിട്ട് കോഴിക്കോട് നിന്ന് ഇവിടേക്ക് സഞ്ചരിച്ച് അതിന്റെ നെക്സ്റ്റ് ഇയർ മരണപ്പെട്ട പുള്ളിയുണ്ട്. പുള്ളിയുടെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല, മൗലവിയാണ്, അത്രേ എനിക്ക് ഓർമ്മയില്ല, പേര് ഓർമ്മയില്ല. അദ്ദേഹമാണ് മെനക്കെട്ട് ഇവിടെയുള്ള മനുഷ്യരെ അണിനിരത്തിയത്. ഒരുപാട് രീതിയിൽ ലഹളകളും ബോധവും ഇല്ലാത്ത ആൾക്കാരെയും ബോധവൽക്കരണം നടത്തി ഈ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് കൂട്ടുപിടിക്കാൻ മഹാത്മാഗാന്ധി എടുത്ത എഫർട്ടിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് കേരളത്തിലുള്ള ഇസ്ലാമിയർ അവർക്ക് ഒപ്പം നിന്നത്. അതിന്റെ റീസൺ ബ്രിട്ടീഷ് ഗവൺമെന്റ് എന്ന് പറയുന്നത് ഇതുപോലൊരു പ്രശ്നക്കാരാണ്, നമുക്ക് അവരെ ഒഴിവാക്കേണ്ട ഒരു ആവശ്യകതയുണ്ടെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുത്തോളണം. മറ്റ് മതവിഭാഗങ്ങൾക്ക് ഇവരെ കൊണ്ട് പ്രശ്നമില്ലെന്ന് ഓർത്തോളുക. ഇതിന്റെ ഏറ്റവും തീവ്രതയും മോശപ്പെട്ട ഒരു രീതിയും അനുഭവിച്ചു വന്നത് ഹിന്ദു മത വിഭാഗത്തിലുള്ളവരാണ്. കാരണം പീഡനവും മോശപ്പെട്ട എല്ലാ രീതിയിലും അടിമത്തവും ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വന്നതും ഹിന്ദു മത വിഭാഗത്തിലുള്ളവരാണ്. കാരണം അവർക്ക് ഉച്ചനീചത്വം ഉണ്ടായിരുന്നു. ഉയർന്ന ചിന്താഗതിയും ഉയർന്ന ബോധവുമുള്ളവർ നീചകുലജാതരും, ഒരു ബോധവും പരബോധവും അല്ല, തിന്നാനും മറ്റതിനും മാത്രം ജനിച്ച ഉയർന്ന കുലജാതരും തമ്മിലുള്ളൊരു കോമ്പറ്റീഷൻ ഹിന്ദുമത വിശ്വാസത്തിൽ നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ വേർതിരിവ്, കൃത്യമായി അതിന്റെ വേർതിരിവ് ഇവിടെ ഉള്ളത് കൊണ്ട് താഴ്ന്ന ജാതിക്കാരെ ബ്രിട്ടീഷുകാർ ആ രീതിയിൽ തന്നെ ഉപയോഗിക്കുന്ന ഒരു ടേം ഉണ്ടായിരുന്നു. അവർ മാത്രം കൂട്ടിപ്പിടിച്ചത് കൊണ്ട് സ്വാതന്ത്ര്യം നിങ്ങൾക്ക് കിട്ടിയതല്ല. അത് ഞാൻ എവിടെയും പറയും. അത് ചരിത്രം കൃത്യമായി നിങ്ങൾക്ക് ഡീറ്റെയിൽ ഉൾപ്പെടെ വർഷം ഉൾപ്പെടെ ഞാൻ വന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നതായിരിക്കും. വെറുതെ എന്നെ പ്രൊവോക്ക് ചെയ്യരുത്. സംഘികൾ നാറും, മറ്റവരെടുത്തുകൊണ്ട് പോകും. ഞാൻ മുമ്പ് ഒരു ചെറിയ സ്റ്റേറ്റ്മെന്റ് തന്നത് തന്നെ കൃത്യമായി എത്തേണ്ടവരിൽ എത്തിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാത്തൊരു വശമുണ്ട്. എനിക്ക് രണ്ട് കൂട്ടരെയും കൂട്ടിയടിപ്പിക്കാനോ തമ്മിൽ തല്ലിക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗം ഇതാക്കാനോ അല്ല എൻ്റെ ഉദ്ദേശ ലക്ഷ്യം. ഞാനത് ആഗ്രഹിക്കുന്നില്ല. എന്നെ പ്രൊവോക്ക് ചെയ്താൽ സംഘികളെ, നിങ്ങൾക്ക് ഇപ്പുറത്ത് നിൽക്കുന്ന ആളുടെ മൂല്യമോ വാല്യൂവോ പവറോ അറിയാത്തത് കൊണ്ടാണ്. ചെവീന സംഘികളെ എന്ത് വിഷയം വന്നാലും 7 അയലത്തടുപ്പിക്കാത്ത സ്ത്രീയാണ്. അത് മനസ്സിലാക്കിക്കൊള്ളുക. ഞാനത് കൃത്യമായി കൊണ്ടുവന്ന് തരും. തൊള്ള തുറക്കം നിങ്ങൾ കേട്ടുകൊണ്ട് നിൽക്കും. അത്രേ ഉള്ളൂ. എവിഡൻസ് വെച്ച് സംസാരിക്കും. ഇപ്പൊ ഈ ജാമിത വിഷയത്തിൽ സംഘികളാണ് ആ സ്ത്രീയെ ഇങ്ങനെ കൊണ്ടെത്തിച്ചു കൊടുത്തത്. ഞാൻ ഇപ്പോഴും പറയണു, ഈ റെഡിപാടും ഈ ബഹളവും ഒക്കെ കാണിക്കുമ്പോൾ അവൾ ജയിലിനകത്തായാൽ അല്ലെങ്കിൽ അവളുടെ ഈ ഒരു രീതി ആ ടേം മാറിയാൽ, നിങ്ങൾ പിൻവാങ്ങിയാൽ അവൾ പിച്ചെടുക്കും. കാരണം എല്ലാ ലോണിലെടുത്ത എല്ലാ സാധനങ്ങളും ത്രാസി തൂങ്ങും. പഴയ 16ലേക്ക് അവളെ കൊണ്ട് തള്ളപ്പെടും. ഇത് അവളെടുത്ത് ആദ്യമേ പറഞ്ഞിരുന്നു. ജനുവിനായുള്ള കാര്യങ്ങൾ എടുത്തു വെച്ച് പറയുക, സമകാലിക വിഷയങ്ങൾ പറയുക, അത്യാവശ്യം ഇസ്ലാമിക വിമർശനവും നടത്തുക. ഒരു തർക്കവും ഇല്ല അതിനകത്ത്. അവൾ ഇസ്ലാമിക വിമർശനം നടത്തരുതെന്നോ മാറി നിൽക്കണമെന്നോ ഞാൻ പറഞ്ഞില്ല. ഇസ്ലാമിലെ സ്ത്രീകൾ തന്നെ മുന്നോട്ട് വന്ന് ഇസ്ലാമിക വിമർശനം നടത്തേണ്ട ഒരു അനിവാര്യ ഘട്ടം ഉണ്ട് തന്നെയാണ്. പക്ഷേ അതിനൊരു ജെനുവിനിറ്റി ഉണ്ടാവണം, കൃത്യമായ രേഖ ഉണ്ടാവണം. മനസ്സിലായില്ല? ഷക്കീർ അടി പന്നി എന്തുവാ കവച്ചു വെച്ച് കളിച്ചാൽ നല്ലതാണെന്നല്ലേ ആ മൂദേവി പറഞ്ഞേ. അപ്പോൾ താങ്കൾ കവച്ചു വെച്ച് കളിക്ക്. നിങ്ങൾക്ക് ഇപ്പോ സമയമില്ല ദമോസണ്ണ. മോഹിനിയാട്ടത്തെ കുറിച്ചുള്ള കലാമണ്ഡല സത്യഭാമയുടെ വൈറലായ പ്രസ്താവനയെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഞാൻ നല്ലപോലെ വീഡിയോ എടുത്തിട്ടിട്ടുണ്ട്, അത് നിങ്ങൾ പോയി നോക്ക്. നിങ്ങൾ ബിഗ് ബോസിനെ കുറിച്ചാണോ പറയുന്നത്? അല്ലടേ, ഇപ്പൊ ഞാൻ അതിൻ്റെ ഒരു എക്സ്ക്യൂസ് ചോദിച്ചിട്ടാണ് പറഞ്ഞത്. ബിഗ് ബോസിനെ കുറിച്ചാണ് ആദ്യം പറഞ്ഞത്. ഹായ് ഷെഫീന, ഇറ്റ്സ് മീ നിച്ചോള ടെസ്ല ഇൻ ക്ലബ് ഹൗസ്. ഹായ് നിക്സ്. എന്തു പറ്റി? ഇപ്പോൾ ക്ലബ് ഹൗസ് കാണുന്നില്ലല്ലോ, എന്തു പറ്റി? ആക്ച്വലി ഞാൻ കുറച്ച് ദിവസത്തേക്കൊന്ന് മാറിയതാണ്, താൽക്കാലികമായിട്ട്. ഞാൻ പിന്നെ ഇടയ്ക്കൊന്ന് നോക്കുമ്പോൾ അവിടെ വലിയ ഗഹനമായ ചർച്ചകളൊന്നും കാണാത്തത് കൊണ്ട് ഞാൻ ജസ്റ്റ് സ്റ്റെപ്പ് ബാക്ക്, അത്രയേ ഉള്ളൂ. സമയക്കുറവുണ്ട്. യൂട്യൂബുമായിട്ട് മുൻപോട്ട് പോകുന്നത് കൊണ്ട് ഇതിനകത്തേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. പിന്നെ അവിടെ നിന്നുള്ള ശത്രുക്കളെല്ലാവരും കൂടെ ചേർന്നപ്പോൾ യുണൈറ്റഡായി യൂട്യൂബിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നല്ലൊരു ചാനൽ അടിച്ചു കളഞ്ഞിട്ടുണ്ട്. അടിച്ചു കളഞ്ഞതിൻ്റെ കാരണം ഞാനത് മൈൽഡായിട്ട് എടുത്തു, വലിയ സീരിയസ്നെസ് കൊടുത്തില്ല, കുറച്ച് ഈഗോ വിചാരിച്ചു. അത് കവറപ്പ് ചെയ്യാൻ ഞാൻ ശ്രമിച്ചില്ല. ഐ എം നോട്ട് അവെയർ അബൌട്ട് ഇതെനിക്ക് ടെക്നിക്കൽ സപ്പോർട്ട് കുറവായിരുന്നു. മാത്രമല്ല മറ്റൊരാളെ ഇത് ഏൽപ്പിച്ചിട്ട് നിൽക്കുക എന്നൊരു ടൈം എനിക്ക് ഉണ്ടായിരുന്നില്ല, ഞാൻ തന്നെ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ അതിനകത്ത് എല്ലാം ശ്രദ്ധിക്കാൻ സാധിക്കാതെ പോയ എനിക്ക് ഇമെയിലൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റാതെ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ അതിനൊരാളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. സോ ഇനി അങ്ങനെ ഒരു മിസ്റ്റേക്ക് വരത്തില്ല. പക്ഷെ മുൻപ് അങ്ങനെ ഞാൻ അറിയാതെ, എനിക്ക് സ്ട്രൈക്ക് കിട്ടിയ വിവരം പോലും അറിയാതെ കുറേ ദിവസം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കിട്ടിയ ഉടനെ തന്നെ നമ്മളതിന് പേ ബാക്ക് ചെയ്യുകയും കൃത്യമായ വിവരണം കൊടുക്കുകയും ചെയ്ത് നമ്മുടെ ചാനൽ പോകില്ലായിരുന്നു. അപ്പോൾ ഞാൻ അതിനകത്ത് അവെയർ അല്ലായിരുന്നു. അപ്പോൾ അതാണ് പ്രശ്നം വന്നത് കേട്ടോ.
ജാസ്മിനെ കുറിച്ചൊന്നും പറയാനില്ലേ? കമന്റ് വായിക്കട്ടെ, എന്തൊക്കെയായി പറയുന്നത്. കമന്റ് ഒന്ന് വായിക്കേണ്ട. ഞാൻ ജാസ്മിനെ കുറിച്ച് പറയാൻ തന്നെയാണ് വന്നത്. ജാസ്മിനെ മാത്രമല്ല, ബിഗ് ബോസിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇന്നലെ കണ്ടത് മുഴുക്കാൻ ഞാൻ വീണ്ടും അത് റിപ്പീറ്റഡ് ഞാൻ പറയുന്നത്. എനിക്കത് കാണാൻ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഫേക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തതുകൊണ്ടാണ് ഞാനത് കുറച്ച് 2 ദിവസത്തേക്ക് സ്റ്റോപ്പ് ചെയ്തത്. പക്ഷെ ഇന്ന് സിജോയ്ക്ക് തല്ല് കിട്ടിയെന്ന് കേട്ടപ്പോൾ വീണ്ടും ഒരു ഇൻട്രസ്റ്റ് ആയി, വീണ്ടും പോയി നോക്കിയിട്ടുണ്ട്. സോ ഐ എം ഗോയിങ് ടു ഡു ദ റിവ്യൂ അഗെയിൻ. അല്ലെങ്കിൽ ഞാൻ ഇന്നലെ തന്നെ അത് സ്റ്റോപ്പ് ചെയ്ത് വെച്ചാണ്. ബിക്കോസ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. കള്ളം പറയുകയാണ്, മോഹൻലാലും കള്ളം പറയുകയാണ്, ബിഗ് ബോസും കള്ളം പറയുകയാണ്, ജാസ്മിൻ പക്ക കള്ളം പറയുകയാണ്. അവിടെ 13 ദിവസമേ ആയിട്ടുള്ളൂ ടോട്ടൽ. 14ാമത്തെ ദിവസം ഇതാണ് നമ്മൾ കാണുന്നത്. ഈ 13 ദിവസം കൊണ്ട് എല്ലാവരും കൂടെ ജാസ്മിനെയും ഗബ്രിയെയും ഒറ്റപ്പെടുത്തിയത് കൊണ്ടാണ് അവർ തമ്മിൽ ഒരു യൂണിറ്റി ഉണ്ടായെന്ന് പറയുന്നത് കളവാണ്. വന്നതിന്റെ പിറ്റേ ദിവസം തന്നെ രാത്രി തൊട്ട് ഇവർ കളി തുടങ്ങി. ഇവർ ഒളിച്ചു കളിക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വെക്കുന്നു, ഭയങ്കരമായ സിനാരിയോ ഉണ്ടായിരുന്നു. ഇത് ഫോക്കസ് ചെയ്തത് ബിഗ് ബോസ് തന്നെയാണ്. ഇത് നമ്മളെ പബ്ലിക്കിലേക്ക് കൊണ്ടു തന്നതും ബിഗ് ബോസ് തന്നെയാണ്. അതിനുശേഷം ബിഗ് ബോസിന് മനസ്സിലായി ഇത് ആ പെണ്ണിന്റെ ലൈഫ് കുളമാക്കുന്നതാണ്. അപ്പൊ അത് എനിക്ക് യോജിപ്പില്ലാത്തൊരു കാര്യമാണ്. കാരണം ചെറിയ കുട്ടിയല്ലേ, ജീവിക്കുന്നതിന് ഇനി മുന്നോട്ട് ഒരുപാട് ജീവിക്കാണ്ട്. പ്രത്യേകിച്ച് ഷെഫീനെ പോലെ ഒരാൾ ഇതിനകത്ത് അഞ്ജിത നായർ എത്രയോ നല്ലത് എന്ന് പറഞ്ഞ് അവളെ പറ്റി പറഞ്ഞപ്പോൾ സ്വന്തം സഹോദരൻ പൊന്നു, ആ പൊന്നുവിനെയും കൊണ്ട് സൂയിസൈഡ് ചെയ്യാൻ പോയ ഒരു പാവം കുട്ടീനെ ഇങ്ങനെ ഉപദ്രവിക്കാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിച്ച ആൾക്കാർക്ക് ശരിയാണ്, അവളെ ജീവിതം നശിപ്പിക്കരുതെന്നുള്ള ഒരു ടൈം എനിക്കുണ്ട്. വിവാഹം കഴിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന, ഒരു കാരണവശാലും മോളെ വിവാഹം കഴിപ്പിച്ചയക്കാത്ത ഒരു തന്തയുള്ള ജാസ്മിനെ ഒരു കാരണവശാലും പുറത്തേക്ക് വന്ന അക്സെപ്റ്റൻസ് കുറയും. അപ്പോൾ ഗബ്രി നല്ലൊരു മത്സരാർത്ഥിയാണ്, പക്ഷെ അത് അവനെ വിട്ടുപോയി. മാത്രമല്ല ജാസ്മിൻ ഗബ്രിയെ ഉപയോഗിക്കുകയാണ്. അത് മനസ്സിലാകുന്നില്ല അല്ലേ? ജാസ്മിൻ ഗബ്രിയെ ഉപയോഗിക്കുകയാണ്. ആ ചെറുക്കനിക്ക് അത് മനസ്സിലാകുന്നില്ല. എനിക്കതല്ല, ആ സീറ്റിൽ ഇരുന്നിട്ട് പിന്നെ ലാൽ എന്തോ ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയുമ്പോൾ ഇവള് തള്ളി കൊടുക്കുന്നു. ഉടനെ അവ എഴുന്നേൽക്കുകയാണ്. അതായത് അവളെ കീ കൊടുത്താൽ ആടുന്ന ഒരു പാവയായിട്ട് ഗബ്രി മാറിയിരിക്കുകയാണ്. അതൊരു ഭയാനകമായ വേഷമായിട്ട് നിങ്ങൾക്ക് തോന്നില്ല? എനിക്ക് അയ്യെന്നാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ അവളെ കാര്യമുണ്ടല്ലോ, നമ്മുടെ റാണി, യമുന റാണിക്ക് ഒരു തട്ട് കൊടുത്തിട്ടുണ്ട്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. യമുന റാണിക്ക് കാര്യമൊക്കെ മനസ്സിലാവുന്നുണ്ട്, എന്നാലും സമ്മതിച്ചു കൊടുക്കില്ല. റെക്സീന, ഈ പറയുന്ന ആ പെങ്കൊച്ചിന് മനസ്സിലാവാനായിട്ടാണോ എന്തോ, ഇവളും അവനും കൂടെ ഒരിടത്ത് കിടക്കുന്നു. ഇവൾ അവിടെ പോയി അവനെ ഒന്ന് ചാരിയിരിക്കുന്നു. ഉടനെ അവളെ അങ്ങ് തട്ടി മാറ്റിയിട്ട് എഴുന്നേറ്റ് ബാത്റൂമിൽ പോയി കരയുന്നു. ഇരുട്ടുമുറിയിലേക്ക് പോകുന്നു. പോയ ഉടനെ തന്നെ ജാസ്മിന് മനസ്സിലാവുന്നു. തൊട്ടുപിറകെ ജാസ്മിൻ പോകുന്നു. എന്തൊരു ഡ്രമാറ്റിക് സീനാരിയോസ് ആണ് നടക്കുന്നത്. ഇവളെങ്ങനെയും ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയിൽ കുത്തിക്കയറാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ റെക്സീനയ്ക്ക് അവിടെ വലിയ സ്കോപ്പൊന്നുമില്ല. കാരണം ലവന്റെ പ്ലാനും ലവന്റെ താല്പര്യമൊക്കെ തുളുതുള്ള അലുവ കഷ്ണം പോലെ ഇരിക്കുന്ന ലവള് തന്നെയാണ്. കടി മത്സരമായി. ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ ഇന്നത്തെ ലൈവ്? നിങ്ങളൊന്ന് കാണണം. കടിച്ചു കളിക്കുക രണ്ടുപേരും. ഒരു കടി കൊടുക്കുന്നു, അവളൊരു കടി കൊടുക്കുന്നു. അയ്യോ എന്തുവാ. അഞ്ജിത ആരുടെയും കുടുംബം തകർത്ത് അരി വാങ്ങുന്നില്ല, കറക്റ്റ്. തേക്കുന്നില്ല, കറക്റ്റ്. അർഹതപ്പെട്ടവരുടെ പിടിച്ചു വാങ്ങുന്ന ഒരു കുലടയല്ല. എക്സാക്ട്ലി, യു ആർ റൈറ്റ്, കറക്റ്റ് ആണത്. അഞ്ജിത ഞാനിത് തന്നെയാണ് ചെയ്ത്, ഞാൻ ചാടിച്ചുള്ളും ചവിട്ടിത്തൊട്ടും കുത്തി കാണിക്കും എന്നൊക്കെ കാണിച്ചുകൊണ്ട് അവൾ ചെയ്തു. നിഷാനെ അങ്ങനെ തന്നെ. അതിനേക്കാൾ വൾഗറായ സാധനമാണ് അതിനകത്തുള്ള 2 മുൻപ് കാണിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് നമ്മൾ നിഷാനെ എന്തിനു കുറ്റപ്പെടുത്തുന്നത്? മനുഷ്യന്റെ ലൈംഗിക ദാരിദ്ര്യത്തിന് അവർ കൊടുക്കുന്ന പണിയാണത്. അതേ സെയിം സാധനം തന്നെ ഇവർ ചെയ്യുന്നത്. പക്ഷെ ഞങ്ങൾ പതിവ്രതകളാണ്, കുലസ്ത്രീകളാണ് എന്ന് പറഞ്ഞിട്ട് ഒളിച്ച് ചെയ്ത് ബാക്കിയുള്ള പെണ്ണുങ്ങളെ അപമാനിക്കുകയും ഏതെങ്കിലും നല്ല വീട്ടിലെ കുട്ടികൾക്ക് അവരുടെ ജീവിതം നഷ്ടപ്പെടുന്ന രീതിയിലുള്ള പ്രവൃത്തി ചെയ്യുകയും ചെയ്യുമ്പോൾ അതിനെ ഖണ്ഡിക്കേണ്ടത്, എടുത്തു പറയേണ്ട ഒരു ആവശ്യകതയുണ്ട്. അതുകൊണ്ടിരുന്ന് പറയണം, അത്രേ ഉള്ളൂ. റോക്കി പോയി. റോക്കിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ചിലപ്പോൾ ഇരുട്ടുമുറിയിൽ ഇടാനാണ് ചാൻസ്. ഇറക്കി വിടില്ലെന്ന് തോന്നുന്നു, പക്ഷെ കൈ വെക്കാൻ പാടില്ലല്ലോ. അപ്പോഴും നമുക്ക് പറയാനൊക്കത്തില്ല. മോഹൻലാൽ പറയണം, നിങ്ങളെന്തായാലും എല്ലാവരും അടിക്കാൻ പോണെന്ന് വെച്ചാൽ അങ്ങ് അടിക്കണം, കൈ പൊക്കിയാൽ അടി പറ്റിച്ചേക്കണം എന്ന് ആരാ പറയണേ? മോഹൻലാലല്ലേ പറയണേ. അപ്പൊ പിന്നെ അയാൾ ചെയ്തതിലെന്താ കുറ്റം ഇരിക്കുന്നത്? പറഞ്ഞ അയാൾ അനുസരിച്ചു, മോഹൻലാൽ പറഞ്ഞ അനുസരിക്കണ്ടേ? വേറെ വല്ല പണിക്കും പൊയ്ക്കൂടെ പെണ്ണ? അൻസലിന് വേറെ വല്ല പണിക്കും പൊയ്ക്കൂടെ? നീ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? നിനക്ക് ഒരു ജോലിയും പണിയൊന്നുമില്ല, നീ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? ഐ വാണ്ട് ടു ലേൺ മലയാളം ത്രൂ ഹിന്ദി. എന്തോ എന്തുവാ 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 ഉണ്ടോ സംസാരങ്ങളൊക്കെ വരുന്നത് കണ്ട എങ്ങനെ വരുന്നുണ്ട്? ഇപ്പൊ കുറയുന്നില്ലടേ സൗണ്ട്.
ഇപ്പം സെറ്റായി. വേറെ വല്ല പണിക്കും പോടാ ഇറങ്ങി പോടാ ഇറക്കുന്നല്ല എന്ന്. എമ്മിനെ കൊള്ളത്തില്ല, എമ്മിനെ കള്ളിത്തരമാണ്, എമ്മിനെ കള്ളമാണ്, ശ്രീരേഖ കള്ളമാണ്. എനിക്ക് ശ്രീരേഖയുടെയും അർജുൻ്റെയും ആ കോംബോ പിടികിട്ടുന്നത്. ശ്രീരേഖ അർജുനെ പൊക്കി പറയണു. ഇനി വേറെ പുറത്തുനിന്നങ്ങനെ എന്തെങ്കിലും ഐഡിയാസ് ഇവിടെ അവരവരെ ബൂസ്റ്റപ്പ് ചെയ്യുന്നതിന് പകരം മറ്റുള്ളവരെ പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ഒരു റീസൺ മനസ്സിലാവുന്നില്ല. ഇൻഡിപെൻഡൻ്റായി ഇൻഡിവിഡുവലായി കളിക്കാൻ പോയവരെല്ലാവരും തന്നെ പരസ്പരം പറയുന്നു. ഷെഫീനയുടെ ഉമ്മയെ ഒരിക്കലും കാണിച്ചില്ലേ, നല്ല വിവരമുള്ള ഉമ്മ, താങ്ക് യു. ഈ ഇൻഡിപെൻഡൻ്റായി സൂപ്പറായി കളിക്കാൻ പോകുന്നവരെല്ലാം അവിടെ ചെന്നിട്ട് മറ്റുള്ളവരെ എന്തിനാ എന്താണ് ഈ ബിഗ് ബോസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഏതായാലും കമ്മിങ് ഡേയ്സിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് തോന്നുന്നു. കാത്തിരുന്ന് കളി കാണാം. എല്ലാവരും അന്തം വിട്ടിരിക്കണം. അതിൻ്റെ ഇടയിൽ കൂടെ അവിടെ പോയി ഒരു കുനാഫിക്കേഷൻ പറയുന്നുണ്ട് നമ്മുടെ ഗുപ്രു. ഇയാൾ എന്തിനാണ് സംഭവിക്കുന്നതെന്ന് ശല്യപ്പെടുത്തുന്നു, ഇയാൾ എന്താണ് സംഭവിക്കുന്നതെന്ന് ശല്യപ്പെടുത്തുന്നു. ശ്രീരേഖ കൊള്ളൂല. അപ്പം ശരിയേ, വൈകുന്നേരം കാണാം. എനിക്കൊരു കോള് വരുന്നുണ്ട്, വൈകുന്നേരം കാണാം.